Welcome to Annie's Kitchen and you're watching Annie's Kitchen with Annie. ഇന്നും ഞാൻ സന്തോഷപൂർവ്വം പറയട്ടെ, ഞാൻ ഇന്നും ഒരു വെജിറ്റേറിയൻ റെസിപ്പി തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. ഞാനൊരു സ്റ്റാർട്ടറാണ് ചെയ്യാൻ പോകുന്നത്. അത് സ്റ്റാർട്ടർ ചെയ്യുമ്പോഴത്തേക്ക് ഇത് പനീർ അല്ലെങ്കിൽ ടോഫുവിലേ ചെയ്യാനൊക്കത്തുള്ളൂ, ഇല്ലെങ്കിൽ ബേബി കോൺസിൽ ചെയ്യാൻ പറ്റും. ഈ 3 കാര്യത്തിലേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ക്രിസ്പി ഫ്രൈഡ് പനീർ സ്റ്റിക്സ്. ഇപ്പം നമുക്ക് പനീർ സ്റ്റിക്സ് ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് എന്നൊക്കെ വേണ്ടിയെന്നുള്ളത് നോക്കിക്കോ. കുറച്ച് കോൺഫ്ലവർ, കുറച്ച് മൈദ, ഇത് ഇച്ചിരി സവാള കുഞ്ഞായിട്ട് അരിഞ്ഞതാണ്, പച്ചമുളക് ഇച്ചിരി കുഞ്ഞായിട്ട് അരിഞ്ഞത്, ഇത് കുറച്ച് ചിക്കൻ ക്യൂബ്സ് ആണ്, ഗരം മസാല, പെപ്പർ പൗഡർ, ഇതാണ് ഞാൻ പറഞ്ഞ സെഷ്വാൻ സോസ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് വീട്ടിലുണ്ടാക്കാം. ഇതിപ്പോൾ ഉണ്ടാക്കിയതാണ്, ഇത് മേടിച്ചതല്ല. കുറച്ച് വെളുത്തുള്ളി, കുറച്ച് ഇഞ്ചി, ഇച്ചിരി സവാള, പച്ചമുളക് 2ആയിട്ട് കീറിയതാണ്, കുറച്ച് ക്യാപ്സിക്കം, സോയാ സോസ്, കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ്, ഇത് കുറച്ച് സ്പ്രിംഗ് ഓണിയൻ, കുറച്ച് വിനീഗർ. പനീർ സ്റ്റിക്സ് ആണെന്ന് ഞാൻ പറഞ്ഞത്, പക്ഷേ ഇപ്പം ഞാൻ മുറിച്ചേക്കുന്നത് ക്യൂബാണ്. പിന്നെ ഇത് ചെയ്യേണ്ടത് വെജിറ്റബിൾ ഓയിലാണ്. പിന്നെ കുറച്ച് ഉപ്പ്. ഇത്രയും സാധനമാണ് ചെയ്യേണ്ടത്. ഫസ്റ്റ് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ആദ്യം ഒരു കാര്യം ചെയ്യാം. നമുക്ക് ഏറ്റവും കൂടുതൽ സമയം എടുക്കുന്ന ഏതാണെന്നറിയോ? എണ്ണ ചൂടാനാവനെ. അപ്പോൾ ആദ്യം എണ്ണ ചൂടാക്കാൻ വെച്ചതിന് ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. ഒരുപാട് എണ്ണ വേണ്ട, പക്ഷേ എന്നാൽ പനീർ വറുത്തെടുക്കാനുള്ള എണ്ണ വേണം. പക്ഷേ അത് ഇങ്ങനെ ഒരുപാട് എണ്ണ വരെ മുങ്ങിക്കിടന്ന് വറുത്തെടുക്കാനൊന്നുമില്ല. ഇനി ഇത് ചൂടാവുന്ന സമയം നമുക്ക് പനീർ മുക്കിയെടുക്കാനായിട്ട് ഒരു ബാറ്റർ ഉണ്ടാക്കാമേ. അതിൻ്റെ റേഷ്യോ മൈദയും കോൺഫ്ലവറും 2:2 അല്ലെന്നുണ്ടെങ്കിൽ 2:1. അതായത് മൈദ 2 സ്പൂൺ ആണെങ്കിൽ കോൺഫ്ലവർ 1 സ്പൂൺ. കോൺഫ്ലവർ എന്തിനാണ് ഇടുന്നതെന്ന് വെച്ചാൽ ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഫസ്റ്റ് മൈദ നല്ല ക്രിസ്പി ആണെങ്കിൽ 2:2. ഇതിനകത്തോട്ട് നമ്മൾ അരിഞ്ഞു വെച്ച് കുഞ്ഞായിട്ട് അരിഞ്ഞു വെച്ചില്ലേ, ആ ഉള്ളി ഇടുക. പച്ചമുളക് ഒരു ഇച്ചിരി എരിവ് കണക്കാക്കിയിടണേ. ഒരു ചിക്കൻ ക്യൂബ് ഇടുമ്പോഴത്തേക്ക് ഉപ്പ് നോക്കിക്കോണം, ഇതിന് ഇച്ചിരി ഉപ്പുള്ള കൂട്ടത്തിലാണ്. പിന്നെ വേണ്ടത് കുറച്ച് ഗരം മസാല, കുറച്ച് മതി, കുറച്ച് കുരുമുളക് പൊടി, അന്ന് വെച്ച് ഇച്ചിരി സെഷ്വാൻ സോസും കൂടെ ഒഴിക്കാം. മേടിക്കുന്നതാണെങ്കിൽ അതല്ല, ഇത് കുറച്ച് സ്പൈസിയാണ്. ചിക്കൻ ക്യൂബ്സ് ഇട്ടുകൊണ്ട് ഉപ്പുണ്ട്, പക്ഷെ എന്നാലും ഒരു ഇച്ചിരി ഉപ്പൂടെ അതിനകത്ത് ഇട്ടേക്കാം മാവിൽ. ഒരുപാട് ലൈറ്റായിട്ടല്ല, നമ്മുടെ പനീറിൽ ആ മാവ് നല്ലതായിട്ട് കോട്ട് ചെയ്യണം. ഒരുപാട് കട്ടിയല്ല, ഒരുപാട് ലൂസും അല്ലാത്ത രീതിയിൽ വേണം അത് കലക്കാൻ. അതായത് പനീറിൽ അത് പിടിക്കണം. എണ്ണ നല്ല ചൂടായിട്ടുണ്ട്. ഇതിനെ അടുത്തോട്ട് കൊണ്ടുപോയേച്ച ഈ പനീർ വറുക്കുമ്പോഴത്തേക്ക് ഒരൊറ്റ കാര്യം ശ്രദ്ധിച്ചോണം, നമ്മളങ്ങ് എല്ലാം കൂടെ പണി തീർക്കാൻ വേണ്ടിയിട്ട് അങ്ങ് ഒരുമിച്ചിട്ട് അങ്ങ് വറുത്തേക്കരുത്. അതൊരു ഇച്ചിരി സമയം കൊടുത്ത് ഇച്ചിരി ഗ്യാപ്പ് ഇട്ടേച്ച് പതുക്കെ വേണം വറുത്ത് കോരാൻ. അത് ഈ പറഞ്ഞ പോലെ സ്ലോ ആയിട്ട് എന്ന് പറഞ്ഞ് സ്ലോ ആയിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് സമയം തികയില്ല. നമ്മുടെ പനീർ ഞാൻ നല്ല ക്രിസ്പി ആയിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഈ ക്രിസ്പിനെസ് അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് അവിടെ ഇരിക്കട്ടെ. നെക്സ്റ്റ് അതേ പാനിൽ കുറച്ച് എണ്ണ ബാക്കി ഉണ്ടാവുള്ളൂ. അതിനകത്തോട്ട് കുറച്ച് വെളുത്തുള്ളി, കുറച്ച് ഇഞ്ചി മതി, ഒരുപാട് വേണ്ട, ഒരു 2 ടീസ്പൂൺ വെച്ചോ. അതിനകത്തോട്ട് തന്നെ ഉള്ളി. ഈ ഇടുന്ന സാധനത്തിനൊന്നും ഒരുപാട് വേവ് വേണ്ട. പച്ചമുളക് എരിവ് അനുസരിച്ച്. ക്യാപ്സിക്കം. ഈ ഇടുന്ന സാധനമൊക്കെ ഒത്തിരി വേവില്ല, ഒരു സ്റ്റർ ഫ്രൈ, അതായത് ആ ക്രഞ്ചിനെസ് നിൽക്കുകയും വേണം. പക്ഷേ എന്നാൽ അതിൻ്റെ ഒരു വേവ് വരുമല്ലേ,
ആ ഒരു വേവ് വരികയും വേണം. അങ്ങനത്തെ ഒരു എന്താ പറയുക വേവിച്ചെടുക്കുന്ന ഒരു രീതി അത്രേ ഉള്ളൂ. ഉള്ളിയൊക്കെ ഒരു ഇച്ചിരി കൂടി കട്ടിയായിട്ട് അരിഞ്ഞാൽ നല്ലതാ. വെച്ചാൽ ആ ഒരു എന്താ പറയുക ആ ഒരു ക്രഞ്ചിനെസ് നിലനിൽക്കാനായിട്ട് അത് ഏറ്റവും നല്ലതാ. ഒരുപാട് മെലിഞ്ഞ് അരിഞ്ഞു പോയാൽ അതിങ്ങനെ കുഴഞ്ഞ പോലെ ആയിപ്പോവും. ഈ ക്യാപ്സിക്കത്തിനും ഒക്കെ ആണെങ്കിലും ഒരുപാട് എന്താ പറയുക വഴന്നങ്ങ് വേവ് ഒന്നും വേണ്ട. ക്യാപ്സിക്കത്തിനും ആ ക്രഞ്ചിനെസ് വേണം. പച്ചമുളക് അങ്ങ് വെന്ത് അതിൻ്റെ എരിവ് ഇതിനകത്തോട്ട് ഇറങ്ങാൻ വേണ്ട. പക്ഷേ എന്നാൽ അതിൻ്റെ സീഡ്സ് എല്ലായിടവും ഒന്ന് പറ്റിയേച്ച് ഒരു ഇച്ചിരി ഒരു ഇത് മതി എരിവ്. ഇതിനകത്തോട്ട് തന്നെ ഇനി ബാക്കി എല്ലാം സോസസ് എല്ലാം ഒഴിക്കണം. ഇച്ചിരി സോയാ സോസ്, കുറച്ച് ടൊമാറ്റോ സോസ്. എളുപ്പ വഴി എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ ആ പനീറിനകത്ത് ഇട്ടേക്കുന്ന കംപ്ലീറ്റ് സാധനമായിരുന്നു നമുക്ക് ഈ തിരിച്ച് സോസ് ഉണ്ടാക്കാനും വേണ്ടിയത്. നെക്സ്റ്റ് കുറച്ച് സെഷ്വാൻ സോസ്. സെഷ്വാൻ രണ്ടാമത് ഒഴിക്കുമ്പോൾ സൂക്ഷിക്കേണ്ട എന്നാന്നോ, പച്ചമുളക് ഇട്ടിട്ടുണ്ട്. പിന്നെ ആണെങ്കിൽ സെഷ്വാനകത്തും എരിവുള്ളതാന്നു, അതുകൊണ്ട് അത് ചേർക്കുമ്പോൾ സൂക്ഷിക്കണം. പിന്നെ ആ എരിവ് ഒന്ന് നോക്കിയേച്ച് വേണം ചേർക്കാൻ. പിന്നെ ഇപ്പം ഞാൻ ഇട്ടത് ഒരു ചിക്കൻ ക്യൂബായിട്ടേക്കുന്നത്. പിന്നെ വേണ്ടിയത് ഒരു ഇച്ചിരി ഉള്ളി, അതായത് ഉള്ളിയല്ല ഉള്ളിത്തണ്ട്, സ്പ്രിംഗ് ഓണിയൻസ് കുറച്ചിടണം. കുറച്ച് കുരുമുളക് പൊടി, അത് വൈറ്റ് പെപ്പർ പൊടി ആവാം, അല്ലെന്നുണ്ടെങ്കിൽ ക്രഷ്ഡ് ആവാം. ചിലർക്ക് ക്രഷ്ഡിൻ്റെ നല്ല ടേസ്റ്റ് ഒത്തിരി ഇഷ്ടമാണ്, അതനുസരിച്ച് ചേർക്കാം. ഇതൊരു ഇച്ചിരി ഒന്നായി കഴിഞ്ഞാൽ ഇതിനെ 2 ടൈപ്പായിട്ട് ചെയ്യാൻ പറ്റും. ഒന്ന് എന്നാന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് സോസി ആക്കാം. അങ്ങനെയാണെങ്കിൽ കുറച്ച് കോൺഫ്ലവർ എടുത്ത് വെള്ളത്തിൽ കലക്കിയിട്ട് ഇതിനകത്ത് ഒഴിച്ച് വെച്ച് പനീറും എല്ലാം ചേർത്താൽ മതി. പക്ഷെ അങ്ങനെ ചേർക്കുമ്പോൾ പനീറിൻ്റെ ഒരു ക്രഞ്ചിനെസ് പോവും. ആ ക്രഞ്ചിനെസ് നിലനിർത്തണം എന്നുണ്ടെങ്കിൽ ആ സോസ് ഒഴിക്കേണ്ട, അല്ലാതെ തന്നെ ഇതിനകത്ത് സ്റ്റർ ഫ്രൈ ചെയ്ത് എടുത്തേച്ചാൽ മതി. ഇതിനകത്ത് ഇനി ചേർക്കാനുള്ളത് ഇച്ചിരി വിനീഗർ മാത്രമേ ഉള്ളൂ. ഒരുപാട് വേണ്ട, ഒരു പുളി അത്രയേ ഉള്ളൂ. വിനീഗർ അല്ലെന്നുണ്ടെങ്കിൽ നാരങ്ങാനീര് ഏതെങ്കിലും ഒന്ന് ഒഴിക്കാം. ഇതിന് എല്ലാത്തിനും ഉപ്പുണ്ട്, അതുകൊണ്ട് ഞാൻ ഒരു ഇച്ചിരി നോക്കി വെച്ച് പിന്നെ ഇട്ടാൽ മതിയേ. പിന്നെ നമ്മുടെ ഈ പനീറും ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ പരിപാടി. നല്ല ക്രഞ്ചിനെസ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ കോൺഫ്ലവർ ഇച്ചിരി കൂട്ടിയാൽ മതി. അപ്പോൾ ആ ക്രഞ്ചിനെസ് അങ്ങനെ തന്നെ നിൽക്കും. പിന്നെ ഉള്ളിത്തണ്ട് കുറച്ചുകൂടി, ഇപ്പോൾ ക്യാപ്സിക്കം ഞാൻ ഇച്ചിരി നീളത്തിൽ അരിഞ്ഞേക്കുന്നത്, അതേപോലെ തന്നെ അരിഞ്ഞാൽ ഉള്ളിത്തണ്ടും അതേപോലെ അരിഞ്ഞിടാം. അതിൻ്റെ കുറച്ചുകൂടെ ഫ്ലേവർ ഒന്നുകൂടെ ഇറങ്ങണം എന്ന് തോന്നുവാണെങ്കിൽ മാത്രം ഇത്രയും കുഞ്ഞായിട്ട് അരിഞ്ഞാൽ മതി. പിന്നെ ഡെക്കറേറ്റ് ചെയ്യുമ്പോൾ മാത്രം കുറച്ചുകൂടെയൊക്കെ ഒരു ഉള്ളിത്തണ്ട് ഇട്ടേച്ച് ചെയ്താൽ മതി. ഇതിനകത്തോട്ട് ഇനി നിറച്ച് ഈ സമയത്ത് എരിവെല്ലാം നോക്കിക്കോണം. കുറച്ചുകൂടെ എരിവ് വേണമെന്നുണ്ടെങ്കിൽ സെഷ്വാൻ്റെ സോസ് ഒഴിക്കാം, അതല്ല പെപ്പറിൻ്റെ ടേസ്റ്റാണ് വേണ്ടെന്നുണ്ടെങ്കിൽ അത് ഒഴിക്കാം. അതും പോയിട്ട് പച്ചമുളകാണ് വേണ്ടതെന്ന് വെച്ചാൽ നേരത്തെ നമ്മൾ അരിഞ്ഞു വെച്ച കുറച്ച് പച്ചമുളക് ബാക്കി ഇരിപ്പുണ്ട്, അതിനകത്ത് വേണമെങ്കിൽ അതും ചേർക്കാം. ഇതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. ഇപ്പം എനിക്ക് ഇത്രയും മതി, ഇതാ നല്ല ടേസ്റ്റ്. ഇതിൻ്റെ കൂടെ നല്ലൊരു മധുരമുള്ള നല്ലൊരു ജ്യൂസോ അല്ലെങ്കിൽ ഒരു നല്ല ചൂട് കട്ടൻ ചായയൊക്കെ കുടിക്കുവാണെങ്കിൽ ആഹാ, ഇതിന് പകരം ഈ സന്ധ്യയ്ക്ക് വേറെ എന്തെങ്കിലും വേണോ? നമ്മുടെ പനീർ ഇവിടെ റെഡിയാ. പനീർ സ്റ്റിക്സ് ആണ്, പക്ഷേ ഇപ്പോൾ ഇവിടെ ഞാൻ ചെയ്തു വന്നപ്പോൾ അത് പനീർ ക്യൂബ്സ് ആയിപ്പോയി. ബട്ട് സ്റ്റിൽ ഇത് ഭയങ്കര ടേസ്റ്റുള്ള കാര്യമാണ്. ഈ പറഞ്ഞ പോലെ അതൊരു ക്രിസ്പി ആക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ടിപ്സൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ കുറച്ച് ചപ്പാത്തി അല്ലെങ്കിൽ കഴിക്കാവുന്നതേ ഉള്ളൂ, കുഴപ്പമൊന്നുമില്ല. സ്റ്റാർട്ടറായിട്ട് പിന്നെ നമ്മളൊരു കറി ഉണ്ടാക്കണമെന്നൊക്കെ പറഞ്ഞാൽ വലിയ പ്രയാസമുള്ള കാര്യമല്ലേ. അടുക്കള പണി എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ പ്രയാസമുള്ള കാര്യമായിട്ട് കാണരുത്, പക്ഷെ അതൊരു കലയോടുകൂടി എടുത്തു കഴിഞ്ഞാൽ നല്ലൊരു കാര്യമാണ്. ഇന്ന് ഈ അടുക്കളയിൽ വരുന്നതും വലിയ 2 കലാകാരികളാണ്. അതിൻ്റെ കൂടെ എൻ്റെ ഒരു ഗുരു എന്നുകൂടി ഉണ്ട്. എന്നാന്ന് വെച്ചാൽ ഗുരു എന്ന് പറയുമ്പോൾ
മേനോൻ അങ്കിൾ എന്നെ ഫിലിമിലേക്ക് കൊണ്ടുവന്ന ഗുരുവാണ് അദ്ദേഹം. അതല്ലാതെ എനിക്ക് പറ്റാത്ത ഒരു കാര്യം എന്നെ പഠിപ്പിക്കാൻ ശ്രമിച്ച ഏക ഗുരു അത് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇപ്പോഴും എൻ്റെ ആ ഗുരു ആ പ്രതീക്ഷ വിട്ടിട്ടില്ല. എന്നെ എപ്പോൾ എവിടെ വെച്ച് കണ്ടാലും ആ ഗുരു എന്നോട് ചോദിക്കും നമുക്ക് ഒന്നുകൂടെ ശ്രമിച്ചു നോക്കിക്കൂടെ എന്ന് ചോദിക്കുന്ന ഏക ഗുരു ഇപ്പോഴും ഈ നിമിഷം ഇപ്പം എന്നെ കണ്ടാൽ പോലും ചിലപ്പോൾ ചേച്ചി ആ ചോദ്യം എന്നോട് ചോദിക്കും. വേണ്ട 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 എൻ്റെ ഗുരു വന്നല്ലോ. ഫസ്റ്റ് ചോദ്യം ചോദിക്കട്ടെ, എപ്പോഴാണ് ഡാൻസ് പഠിക്കാൻ വരുന്നത്? ഞാൻ പറഞ്ഞില്ലേ ഈ ചോദ്യം പോവല്ല. എനിക്കൊരു അവസരം തരുമോ? തരും, പിന്നെ ഉറപ്പ്. എന്റെ ഗുരുവിന് ഞാൻ എപ്പോഴും ഒരു ശുഭ പ്രതീക്ഷയെ തരുള്ളൂ. ഇവിടെ മാത്രമേ ഉള്ളൂ ഹഗ്, എനിക്കില്ല. അയ്യോ എന്റെ സോ ഹാപ്പി. എന്നാന്നറിയോ, ഞാൻ ഈ ചേച്ചിയെ കണ്ടു കഴിഞ്ഞാലേ പിന്നെ ഞാൻ പരിസരം അങ്ങ് മറക്കും. ഉള്ള സത്യമാ. എന്നാന്ന് വെച്ചാ ശരിക്കും ആ ബന്ധം എങ്ങനെയാണ് തുടങ്ങിയെന്ന് എനിക്കറിയില്ല. സത്യം. ഞാൻ ചേച്ചിനെ ആദ്യമായിട്ട് മേനോൻ അങ്കിൾ ഞങ്ങൾ ദുബായിക്ക് പോകുമ്പോ ഡാൻസ് വേണം. എന്റെ പൊന്നു മോളെ, എനിക്കൊരു കൈ പോയിട്ട് കാല് പോലും അനങ്ങുവേല. അന്നേരം എന്നെ പഠിപ്പിക്കാൻ ആ സാഹസം ഏറ്റെടുത്ത ഏക ഒരു ടീച്ചർ ഇതാണ്. പക്ഷെ അന്ന് ഒരു അത് പ്രേക്ഷകരറിയണം, അന്ന് ഡാൻസ് പഠിച്ചു. ആനി ഒരു ബാലെ പോലൊരു അവതരിപ്പിച്ചു. അത് ഭയങ്കര ഹിറ്റായി. എനിക്ക് ഭയങ്കര പേരുണ്ടാക്കിയ ഒരു സാധനം. എനിക്കിപ്പോഴും നല്ല ഓർമ്മ. ഒരു ഫ്രോക്ക് ടൈപ്പിൽ ഡ്രസ്സൊക്കെ ഇട്ട് ഈ റോസാപ്പൂ പോലൊരു പെണ്ണിങ്ങനെ ചാടി ചാടി ഇങ്ങനെ ഡാൻസ് ചെയ്ത് ആൾക്കാരുടെ മനസ്സൊക്കെ. പിന്നെ ഇനി എനിക്ക് ഒരൊറ്റ കാര്യമേ പറയാനുള്ളൂ. ഈ കാണിച്ച മഹാപനത്തിനായിട്ട് രണ്ടുപേരും എന്നെ ട്വിൻസിനെ പോലെ ഇറങ്ങി. ഞാൻ നോക്കിയ പച്ചയൊക്കെ ഇട്ടു, ഞാനിവിടെ കാർപ്പിട്ട് ഭയങ്കര കളറല്ലേ അവിടെ. ആനി പച്ച പിടിച്ചു, ഞങ്ങൾ ഇനി പിടിക്കാൻ ഇരിക്കുന്നു. ഓ അങ്ങനെ. എന്നാ പിന്നെ ഞാൻ ഒരു കാര്യം കാണിക്കട്ടെ. ഞാൻ ഇതിന്റെ നടുക്ക് നിന്ന രണ്ടിനെക്കാട്ടിലും കോൺട്രാസ്റ്റ് ഞാനായിരിക്കും നിൽക്കുന്നത്. ആലോചിക്കും, ഇവിടെ ഫുൾ ഔട്ട് ആവും. അതുകൊണ്ട് വേണ്ട. പിന്നെ നമ്മളെ പറ്റി ഒന്ന് ഈ പറഞ്ഞ കൂട്ട് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യണ്ടേ അല്ലേ? ഞാൻ പറയുന്നതിനെക്കാട്ടിലും സോഷ്യൽ മീഡിയയിൽ ഡബ് മാഷ് ചെയ്തിട്ട് ഇങ്ങനെ അങ്ങ് ഭയങ്കരമായിട്ട് താരമായിട്ട് നിൽക്കുന്ന ഒരു കുഞ്ഞിനോട് ഞാൻ പരിചയപ്പെടുത്തുന്നതിനെക്കാട്ടിലും ഇപ്പോഴത്തെ യൂത്ത് പിള്ളേർക്കെല്ലാം നല്ലോണം അറിയാം ഇല്ലേ? ഈ ക്രേസ് എങ്ങനെ വന്നോളൂ? അറിയില്ല, പണ്ട് തൊട്ടേ ഉള്ളതാണ് ഇങ്ങനെ ഡയലോഗൊക്കെ പഠിച്ച് കാണാതെ പറഞ്ഞു. അച്ഛൻ്റെ അടുത്തുനിന്ന് കിട്ടിയതല്ലേ അത്? അച്ഛൻ ഭയങ്കര മിമിക്രി ആളാണ്. എല്ലാവരെയും കളിയാക്കി, എല്ലാവരെയും ഒരാളെ കണ്ടു കഴിഞ്ഞാൽ അവരെങ്ങനെ സംസാരിക്കും, എങ്ങനെ നടക്കുന്നു, ഭയങ്കര ഒബ്സർവേഷൻ ആണ്. അത് അവൾക്ക് അങ്ങനെ കിട്ടിയിട്ടുണ്ട്. അതിന്റെ ബാക്കി പത്രമായിരിക്കണം. അത് പറയട്ടെ, ആനീസ് കിച്ചൺ ഭാഷ പഠിപ്പിക്കുന്ന ഒരു സംഭവം ഉണ്ട് നമ്മളുടെ ഡാൻസ് ക്ലാസ്സിലെ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങളുടെ 4:30 to 6:30 ഫുൾ കൊച്ചു കുട്ടികളുടെ ബാച്ചാണ്. അപ്പൊ അവർക്ക് ഈ എന്നതാമേ ഒന്നും മേല, എനിക്ക് മേല, അത് ഞങ്ങളെ പഠിപ്പിക്കാൻ വരുന്നത് ആനീസ് കിച്ചൺ ലാംഗ്വേജ് എന്നാണ് അതിന് പറയുന്നത്. കുട്ടികൾക്ക് അതൊരു ഭയങ്കര രസമാണ്. ഭയങ്കര ഈ മൊണോട്ടണസ് ആയിട്ട് പഠിപ്പിക്കുന്ന ഒരു രസം. അപ്പൊ സൗഭാഗ്യം ഇതൊക്കെ പറയുമ്പോൾ അവർക്ക് ഒന്ന് മേലാന്നേ പറയാം, എന്നെ കൊണ്ട് മേല ഒന്ന് കാണിച്ചു തരുമോ? അതൊരു പുതിയ ലാംഗ്വേജ് ഞങ്ങളും കൂടെ എന്തുവാ എന്നാ എനിക്കങ്ങ് മേല ഒക്കെ അതുകൊണ്ടാട്ടോ ആ ഒരു ക്രെഡിറ്റ് ഞാനിപ്പോ അറിയാൻ മേലാന്ന ഒരു സത്യമാണ്. കിച്ചൺ ലാംഗ്വേജ് ഞങ്ങൾ ഭയങ്കര ഫാൻസ് ആണ്. എന്റെ ഫാനോ? അതൊക്കെ അത് സ്നേഹം കേട്ടോ. അത് അമ്മ ഒരു ഫിലിം വന്നില്ലേ, അമ്മ ഒരു പാലാക്കാരിയായിട്ട്. അപ്പൊ അന്ന് ആനിയുടെ ഭാഷയാണ് ഞാൻ ഉപയോഗിക്കാൻ പോകുന്നത്. എന്നെ കോപ്പി അടിച്ചു ഭാഷ. കുറച്ച് കോപ്പി അടിച്ചു എന്ന് പറഞ്ഞാൽ തെറ്റൊന്നും. ആ ഒരു സ്റ്റൈൽ, ആ ലാംഗ്വേജ് ഇല്ലേ. അപ്പൊ സ്ക്രിപ്റ്റ് റൈറ്റർക്ക് പോലും ചില സ്ഥലത്ത് മാറിപ്പോയപ്പോ ഞാൻ ഇതിങ്ങനെയല്ലേ പറയേണ്ടത്. അപ്പൊ അവര് എങ്ങനെയാന്ന് വെച്ചാൽ നമുക്കൊരു ഒരാളെ ഇഷ്ടപ്പെടുന്നത് അവരുടെ ഭാഷ, അവരുടെ ആറ്റിറ്റ്യൂഡൊക്കെ നമുക്ക് ഇഷ്ടമുള്ളൂ. അങ്ങനെ അതിൻ്റെ അടുത്തുനിന്ന് കിട്ടിയ ഒരു ആ ലാംഗ്വേജിനെ കുറച്ചൊക്കെ എനിക്ക് അവിടെ ഉപയോഗിക്കാൻ പറ്റി എന്നുള്ളതാണ്. ഞാൻ അറിയാതെ പോകുന്ന സത്യം. പക്ഷെ എനിക്ക് സന്തോഷം തോന്നിയിട്ടാ. എന്നെ അത്രയും ഇഷ്ടപ്പെടുന്നോണ്ടല്ലേ എന്നെ ആൾക്കാർ. ഞാൻ മാത്രം, എനിക്ക് തോന്നുന്നു ആനിയെ പരിചയപ്പെട്ടിട്ടുള്ളവർ, കണ്ടിട്ടുള്ളവര്, അറിഞ്ഞിട്ടുള്ളവര് ഒരിക്കലും മറക്കാനിടയില്ല. അങ്ങനത്തെ ഒരു വ്യക്തിത്വമാണ്. അതുകൊണ്ടാണല്ലോ ഈ ഷോ ചെയ്യുന്നത്, ആ ഒരു ബ്രാൻഡ് നെയിമിലെ ഷോ ഒക്കെ ചെയ്യുന്നത് അല്ലേ? ചേച്ചി ആ പറഞ്ഞ വളരെ സത്യം. ഈശ്വരന്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ്. ഈശ്വരന്റെ അനുഗ്രഹം കൊണ്ട് ടീച്ചർ വന്നപ്പോ നമുക്കൊരു കാര്യം ചെയ്യാം. ഇവിടെ നിന്നാ മിക്കവാറും എന്നെ ഒരു അരമണ്ടലം നമുക്ക് അങ്ങോട്ട് പോവാ. വിശേഷങ്ങൾ കേൾക്കാലോ. നമ്മള്
വേണ്ടല്ലോ അല്ലേ, എന്തോ ഇപ്പം വേണ്ടല്ലോ. ഇങ്ങനെയൊക്കെ മുന്നിൽ കൊണ്ടുവച്ചിട്ടൊക്കെ കാര്യം ചെയ്യാം. സാധാരണഗതിയിൽ എന്നാ ചെയ്യുന്നതെന്നറിയാവോ, നമ്മൾ വർത്താനമൊക്കെ പറഞ്ഞേച്ച് ഇടയിലാന്നു ഞാൻ സെർവ് ചെയ്യുന്നത്. ഇന്നിപ്പോ സ്റ്റാർട്ടർ ആയതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം, ഇത് നടുക്ക് വെച്ചേക്കാം, നല്ലതായിരിക്കും, ഇഷ്ടമുള്ള സമയത്ത് കഴിക്കാം. ഇത് ചേച്ചിക്ക് എന്റെ ഫുൾ കോൺസെൻട്രേഷൻ അവിടെ ആയിരിക്കും എനിക്ക് വർത്താനം പറഞ്ഞില്ലേ നോക്കിയോ, ബുദ്ധിയും കൂടെ തരുന്നു. പിന്നെ എന്നാ ഉണ്ട് വിശേഷം ആദ്യം ചോദിക്കട്ടെ. അടുക്കള വന്നിരിക്കുമ്പോ പിന്നെ നമുക്ക് സ്വസ്ഥമായിട്ട് വർത്താനം പറയാലോ, വിശേഷമൊക്കെ ചോദിക്കാം. പ്രത്യേകിച്ച് പെണ്ണുങ്ങൾ കൂടുമ്പോ കുശുമ്പ് കുനായ്മയാ കൂടുതൽ പറയുന്നതെന്ന് പറയും. ആന്നോ? കുശുമ്പല്ല, ഞാനിപ്പോ ഏതാ ഒരു വലിയ വിഷമം കഴിഞ്ഞിട്ടല്ലേ ഞാൻ നിൽക്കുന്നേ. അതറിയാം, ചേട്ടൻ നമ്മളെ വീട്ടിൽ പോയി. അമ്മൂമ്മ എങ്ങനെ ഇരിക്കുന്നു? ഈ ഇൻസിഡന്റ് അമ്മയും വല്ലാണ്ട് ഹേർട്ട് ചെയ്തോ? ഏറ്റവും ആക്റ്റീവ് ആയിട്ടുള്ള ഒരു അമ്മൂമ്മയാന്നേ. ആന്നു, അമ്മൂമ്മ ഇങ്ങനെ ഓടി നടക്കുന്നതും ഇങ്ങനെ രസാ. ഏട്ടൻ്റെ പടത്തിൽ ചെയ്തപ്പോ തന്നെ ഞാൻ ഏട്ടനോട് പറയുകയും ചെയ്തു, അമ്മൂമ്മ എന്നെ ആക്റ്റീവ് ആണ്. ഈശ്വര ആയുസ്സും ആരോഗ്യം ഒരുപാട് കൊടുക്കട്ടെ അമ്മൂമ്മയ്ക്ക്, ഓടി നടക്കട്ടെ. ഭയങ്കര ചെറുപ്പമാണ്, മനസ്സ് ഭയങ്കര ചെറുപ്പമാണ് മേഡം. ആരെങ്കിലും വയസ്സ് വെച്ചാൽ പറയാം ഐ എം ഓൺലി സ്വീറ്റ് 17 എന്ന് പറയും. അമ്മ തന്നെയാണ് റോൾ മോഡൽ ആനി. ലൈഫിൽ എന്ത് പ്രയാസങ്ങൾ വരുമ്പോഴും അമ്മ അതിനെങ്ങനെ നേരിട്ടത് ഒരു ശക്തിയോടെ നിൽക്കുന്നൊരു അല്ലേ. അത് കണ്ട് കോപ്പി അടിക്കാൻ ശ്രമിച്ചിട്ടേ ഉള്ളൂ. നമുക്കങ്ങനെ ഒരു അത്രയൊരു ഇതൊന്നും എനിക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ അമ്മയെ ഇത്രയും ചെയ്യുമ്പോൾ നമുക്ക് ചെയ്തുകൂടെ എന്ന് നമുക്ക് തോന്നുമല്ലോ. പിന്നെ അമ്മ പാവം, ഞങ്ങളുടെ ഒരു വളരെ ഓർത്തഡോക്സ് ബ്രാഹ്മിൻ ഫാമിലിയാണ്. അതിൽ അമ്മയ്ക്കൊക്കെ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. അമ്മ ഭയങ്കര ടാലൻറ്റഡ് അല്ലേ, ഇപ്പം എല്ലാവർക്കും അറിയാലോ അമ്മയുടെ ടാലൻറ്റ്. അപ്പോൾ അമ്മയുടെ ഒരു ചെറുപ്പം ഒന്ന് ആലോചിച്ച് നോക്കി, ഭയങ്കര സുന്ദരിയായിരുന്നു. ഇപ്പോഴത്തെ ഒരു കെത്രീന കെയ്ഫിനെയൊക്കെ പോലെയാണ് അമ്മ ചെറുപ്പത്തിൽ. അത്ര സുന്ദരിയായിരുന്നു, അത്ര ഫെയർ ആൻഡ് അത്ര അതേ ഭംഗിയായിരുന്നു അമ്മയ്ക്ക്. എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ അമ്മ എങ്ങനെ ഇരുന്നു എന്ന് എനിക്കറിയാലോ. പക്ഷെ അന്ന് ആ ഫോട്ടോഗ്രാഫ്സ് ഒന്നുമില്ല, അങ്ങനത്തെ ഒരു എക്സ്പോഷർ ഇല്ല, അങ്ങനെ അതെല്ലാം ചീത്തയായി പോയി. അതുമല്ല അങ്ങനെയൊന്നും വിട്ടിട്ടില്ല. പിന്നെ എൻ്റെ അച്ഛനായിരുന്നു കുറച്ചുകൂടെ ഔട്ട് ഗോയിങ് എന്ന് പറയാം. അതുകൊണ്ട് അമ്മയെ കുറച്ച് പാടാനോ കുറച്ച് അമ്മയുടെ ഇഷ്ടത്തിന് ജോലിക്കൊക്കെ വിട്ടത് എൻ്റെ അച്ഛനാണ്. അല്ലെങ്കിൽ ഫാമിലിയിൽ അമ്മയെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഒന്നിനുമേ സമ്മതിച്ചിട്ടില്ല. എല്ലാം വേണ്ട വേണ്ട. അമ്മയ്ക്ക് അമ്മയാണെങ്കിൽ ഇപ്പോഴേ എങ്ങനെയാണെങ്കിൽ ആ പ്രായത്തിൽ എങ്ങനെയാണെന്ന് ആലോചിച്ച് നോക്കും. പക്ഷെ അമ്മയുടെ മോഹമാണ് എന്നെ പഠിപ്പിച്ചത്. മറ്റു 2 കുട്ടികൾക്കും ടാലൻ്റ് ഉണ്ടെങ്കിൽ അവരാരും അത് ചൂസ് ചെയ്തില്ല. ബ്രദറൊക്കെ പഠിക്കാനായിട്ട് പോയി. ചേച്ചിയും അതെ, ചേച്ചി അസലായിട്ടൊക്കെ പാടും. പക്ഷേ ചേച്ചി ഒന്നും ഇതിനകത്തോട്ട് ഇറങ്ങിയില്ല. ഇതിനകത്തോട്ട് ഇറങ്ങിയത് ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പം അമ്മ പറഞ്ഞു, ഞാൻ വളരെ കഷ്ടപ്പെട്ടാണ് നിന്നെ പഠിപ്പിക്കുന്നത്, നീ ഇത് പ്രൊഫഷൻ ആക്കണം. അങ്ങനെ ഒരു സത്യം തന്നാൽ ഞാൻ ഇതിനു വേണ്ടി പറയാം. വാക്ക് മേടിച്ചു, ഒരു പ്രോമിസ് ഒക്കെ മേടിച്ചു. ഞാനത് എല്ലാ ഇന്റർവ്യൂവിലും പറയുന്ന ഒരു കാര്യമാണ്. അങ്ങനെ എൻ്റെ അമ്മയ്ക്ക് ചെയ്തു കൊടുത്ത സത്യമാണ്. അമ്മൂമ്മ അങ്ങനെ ഒരു വെൽ ടു ഡു ഒരു സിറ്റുവേഷനിലല്ലായിരുന്നു. അതുകൊണ്ടാണ് അപ്പം അതിന് വേണ്ടി സ്പെൻഡ് ചെയ്ത് കഷ്ടപ്പെടുകയൊക്കെ ചെയ്യുമ്പോൾ അമ്മ അതനുസരിച്ച് സീരിയസ് ആയിട്ട് എടുക്കുവാണെങ്കിൽ മാത്രമേ അതിനുവേണ്ടി ഇറങ്ങത്തുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഭയങ്കര റിച്ച് ഫാമിലി ആയിരുന്നു. പക്ഷേ ഈ ദാനം ധർമ്മം അങ്ങനെയൊക്കെ ചെയ്ത് കുത്തുപാളെടുത്തു. തറവാട് തന്നെ കൊടുത്തു. വീട്ടിൽ അവസാനം ഉണ്ടായിരുന്ന കാർ പോലും ഡ്രൈവർക്ക് അങ്ങനെ ദാനം ചെയ്യുമായിരുന്നു അപ്പൂപ്പനൊക്കെ. എല്ലാം കൊടുക്കുമായിരുന്നു. അങ്ങനെ വീണ്ടും വിചാരമില്ലാണ്ട് മക്കൾക്കൊന്നും വെക്കാണ്ട് അങ്ങനെ എല്ലാം എടുത്തു കൊടുത്തു. അതിന് അമ്മയുടെ തലമുറയപ്പോൾ ശരിക്കും കഷ്ടപ്പെട്ടു. പിന്നെ ഞങ്ങളുടെ തലമുറയിലാണ്ട് വീണ്ടും ഞങ്ങളെല്ലാം സെൽഫ് മെയ്ഡാണ്. ഞങ്ങൾ 3 മക്കളും തന്നെത്താൻ കഷ്ടപ്പെട്ടൊരു വീടൊക്കെ ഉണ്ടാക്കി. അത് സ്റ്റാർട്ടിങ് ഫ്രം ദ സ്ക്രാച്ചസ് ഉണ്ടല്ലോ. പക്ഷെ നമ്മുടെ ആ ഒരു പാരമ്പര്യം, നമ്മുടെ ആ ഒരു ഇത് കളയാനും പറ്റില്ല. നമ്മൾ വന്ന ഒരു തറവാടിത്ത് നമുക്ക് കളയാനും പറ്റില്ല. എന്നാൽ നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾ വേണം താനും. അപ്പൊ ഇതിന്റെ ഉള്ളിൽ സ്ട്രഗിൾ ചെയ്തത് മൊത്തം അമ്മൂമ്മയും ഞങ്ങളും. അറ്റ്ലീസ്റ്റ് അമ്മൂമ്മ ഒരു നമുക്കൊരു വെൽ കോൺഫിഡന്റ് ആയിട്ട് ഒരു കോൺഫിഡൻസ് വരെ നമ്മുടെ കൂടെ ഉണ്ട്. പക്ഷെ അമ്മൂമ്മയുടെ ആ കാലഘട്ടം ഒന്ന് ആലോചിച്ചു, ഭയങ്കര കഷ്ടപ്പെട്ടു. ഒത്തിരി സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടാവും. ഒത്തിരി സ്ട്രഗിൾ ചെയ്തു. അത് അമ്മ മറച്ചു വെക്കൊന്നുമില്ല, നുണ പറയില്ല. ഒരാൾ കള്ളം കാണിച്ചാൽ അമ്മയ്ക്ക് മനസ്സിലാവില്ല. അത്ര ഇന്നോസെൻ്റ് ആണ്. പലർക്കും അമ്മയെ അങ്ങനെ പറ്റിച്ചിട്ടുണ്ട്. ഞാൻ എപ്പോഴും ആലോചിക്കും, ഒരാൾക്ക് അമ്മയെ പറ്റിക്കാൻ എങ്ങനെ പറഞ്ഞു. ഈ പ്രായത്തിൽ അമ്മയെ ഒരു വയസ്സായ അമ്മയെ ഇങ്ങനെ വർക്കുണ്ട് വരൂ എന്നൊക്കെ പറഞ്ഞ് അമ്മയെ വിളിച്ചിട്ട് അമ്മ റെയിൽവേ സ്റ്റേഷനിൽ കഷ്ടപ്പെട്ട് ടിക്കറ്റൊക്കെ എടുത്ത് അവിടെ ചെന്നപ്പോഴത്തേക്കും വിളിക്കാൻ ആളില്ല. അപ്പം ഈ പ്രായത്തിലൊന്നും അങ്ങനെ ചെയ്യാൻ പാടില്ല. അമ്മ ഇങ്ങനെ ഹൃദയം പൊട്ടിപ്പോയി. അപ്പം ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു, ഈ അമ്മയൊക്കെ പറ്റിക്കാൻ ഒരാൾക്ക് അതൊരു തമാശക്ക് അങ്ങനെ പറയുന്ന ഞാൻ ചെയ്ത അമ്മയെ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരുപാട് നല്ലതും ചെയ്തിട്ടുണ്ട്. അപ്പം അമ്മയ്ക്ക് ആ കള്ളത്തിന് അറിയാത്തതുകൊണ്ട് കുറച്ചൊക്കെ എനിക്കും ഉണ്ട്. എനിക്കൊരാളെ കണ്ടാൽ എനിക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നില്ല അയാൾ ശരിയാണോ മോശമാണെന്ന് എനിക്ക്. ഞാൻ എന്നെപ്പോലെ ഇങ്ങ് കാണത്തേ ഉള്ളൂ. അപ്പം സൗഭാഗ്യപരം അങ്ങനെ കാണല്ലേ അമ്മ, ഇവരിങ്ങനെ ശ്രദ്ധിക്കൂ. ഇങ്ങനെയൊക്കെ കുറച്ചുകൂടെ
ഇപ്പൊ എന്റെ ഗൈഡ് അപ്പൊ സൗഭാഗ്യ is കുറച്ച് well calculated. കുറച്ച് ഡാഡിയുടെ ഒക്കെ ഒരു ഇത് കിട്ടിയിട്ടുള്ളതുകൊണ്ട് ഞാൻ ഡാഡി ആള് പുലിയാണ്. അമ്മ എത്രത്തോളം പാവാണ്, ഡാഡി ഭയങ്കര ഒരു സംഭവമാണ്. അല്ല പറഞ്ഞല്ലോ, ചേച്ചി പറഞ്ഞു ചേട്ടന് ഭയങ്കര കീനായിട്ട് ഒബ്സർവ് ചെയ്യും ഈച്ച് ആൻഡ് എവറിത്തിങ്. ഭയങ്കര മിടുക്കനായിരുന്നു. അതുകൊണ്ട് രാജേട്ടന്റെ ഒരു ഭയങ്കര സുന്ദരനായിരുന്നു, ഭയങ്കര ടാലന്റഡ് ആണ്. അതുകൊണ്ട് ഒരുപാട് ശത്രുക്കളുണ്ടായിരുന്നു രാജേട്ടനെ അക്സെപ്റ്റ് ചെയ്യാൻ രാജേട്ടൻ്റെ കൂടെയുള്ളവർക്ക് വലിയ പ്രയാസമായിരുന്നു. കാരണം രാജേട്ടൻ്റെ അതേ പ്രായത്തുള്ളവരൊക്കെ കിളവനായി വടി കുത്തിയപ്പോൾ രാജേട്ടൻ അപ്പോഴും കൊച്ചു പയ്യനെ പോലെ കുഞ്ഞുടുപ്പൊക്കെ ഇട്ട് സ്മാർട്ടായിട്ട് ഇങ്ങനെ നടക്കുമായിരുന്നു. അപ്പോൾ ഭയങ്കരമായ അസൂയ ഉണ്ടായിരുന്നു രാജേട്ടനോട്. അപ്പം രാജേട്ടൻ തന്നെ പറയാം, അവർക്കൊക്കെ എന്നോട് അസൂയ, അതുകൊണ്ട് അത്ര ലൈറ്റായിട്ട് എടുത്തിരുന്നു. പക്ഷെ പുള്ളി അർഹിക്കുന്ന ഒരു അംഗീകാരം ഈ കലാലോകം പുള്ളിക്ക് കൊടുത്തില്ല. അതിലൊരു വിഷമന, ഒരു പരിഭവം തന്നെയുണ്ട് എനിക്ക്. ഞാൻ തിരിച്ച് അമ്മയിലേക്ക് വരാം. അമ്മ ശരിക്കും ദൂരദർശനിലൊക്കെ വർക്ക് ചെയ്തിട്ടില്ല, ആകാശവാണിയുടെ തുടക്കത്തിലെ അമ്മയുണ്ടായിരുന്നു. അതായത് ആകാശവാണിക്ക് സ്വന്തമായിട്ടൊരു സ്ഥാപനം ഉണ്ടാവുന്നതിന് മുന്നേ അമ്മ അവിടുത്തെ കാഷ്വൽ ആർട്ടിസ്റ്റാണ്. അന്ന് നമ്മെ ജോലിക്ക് വിടത്തില്ലല്ലോ. അപ്പം ഒളിച്ചും പാത്തൊക്കെയാണ് പോയി ഒരു ഓഡിഷൻ എടുത്ത് പോയി. അന്നത്തെ ഗ്രേഡഡ് സിംഗറാണ്, അന്നത്തെ ഫസ്റ്റ് ലേഡി കമ്പോസറാണ്. ഒരുപാട് ഫസ്റ്റാണ് അമ്മ ഒരുപാട് കാര്യങ്ങളില്ല. പക്ഷേ അമ്മയെ ഇതുപോലെ ഒരു ബാക്ക് പുഷൊന്നുമില്ല, അമ്മയെ ഹെൽപ്പ് ചെയ്യാൻ ആരുമില്ല. അമ്മയുടെ ഒരു ടാലൻറ്റ് പുറത്ത് കൊണ്ടുവരാൻ അമ്മ എത്ര കാലം വെയിറ്റ് ചെയ്യുന്നറിയോ. അവസാനം കുറേ കാലം വിഷമിച്ച് ഞാനൊരു സ്റ്റേറ്റ് അവാർഡ് മേടിച്ചായിരുന്നു അഭിനയത്തിന്, ടെലിവിഷൻ്റെ. ആ അവാർഡ് വാങ്ങിച്ചപ്പോൾ ഞാൻ ഒരു ചാനൽ എന്നെ ഇൻ്റർവ്യൂവിൽ വെച്ചപ്പോൾ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ എൻ്റെ അമ്മ അംഗീകരിക്കപ്പെടുന്നതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. കാരണം എനിക്ക് അത്ര ആഗ്രഹമായിരുന്നു, കാരണം അത്രയും ടാലൻറ്റഡ് ആയിട്ടൊരു അമ്മ. ശരിക്കും അതിനുവേണ്ടി അമ്മ പ്രയത്നപ്പെടുന്ന മുഴുവൻ ചേച്ചി കാണുക. അപ്പോൾ എനിക്കൊരു വലിയ സങ്കടമായിരുന്നു. അടുത്ത വർഷം എൻ്റെ അമ്മ താരമാണ്, ഇന്ന് വരെ അമ്മ താരമാണ്. ആ ഒരു പടം, ഒറ്റ പടം കൊണ്ട് അമ്മ ഇങ്ങനെ എല്ലാവരുടെയും എവിടെ ചെല്ലുമ്പോഴും എല്ലാവരും ആദ്യം പറയുന്നത് അമ്മ എന്തിയെ അമ്മയെ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോ എല്ലാരും പറയുന്നത് മോളെന്തിയെ എന്നെ അന്വേഷിക്കുന്നില്ല. പക്ഷേ ചേച്ചി യു ഫീൽ സോ ഹാപ്പി അല്ലേ ശരിക്കും ചേച്ചി? ബിക്കോസ് ചേച്ചി ഉള്ളിൻ്റെ ഉള്ളിൽ ആഗ്രഹിച്ചാണ് അമ്മയുടെ ഒരു, അതേപോലെ ഞാൻ ആഗ്രഹിച്ചതാണ് സൗഭാഗ്യക്ക്. ആ പേര് ഞാൻ ഇട്ടതും അതുകൊണ്ടാണ്. ഭാഗ്യമുള്ള, നമുക്കില്ലാതെ പോയ ഒരു സാധനം ആ കുട്ടിക്ക് ഉണ്ടാവണമെന്ന് പറഞ്ഞെങ്കിൽ ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞാൽ ഞാനും രാജേട്ടനും കൂടെ അങ്ങനെ ആലോചിച്ചിട്ട പേര് അത് സൗഭാഗ്യ. ഇപ്പൊ അമ്മൂമ്മയെ പറ്റി ഞാൻ അറിഞ്ഞു, മോളെ പറ്റി അറിഞ്ഞു. ശരിക്കും ഇനി എനിക്ക് കൊച്ചുമോളെ പറ്റിയാണ് അറിയാനുള്ള. ശരിക്കും എന്ന് വെച്ചാൽ ഡബ് മാഷിനകത്ത് മോള് കുറേ ഒരുപാട് വെറൈറ്റീസ് ചെയ്തിട്ടുണ്ട്, അതും ഭയങ്കര പെർഫെക്റ്റ്. വൈ ഡിഡ് യു ചൂസ് ദിസ്? അതെ, എൻ്റെ ഡാഡിയുടെ ഒരു ഇതാണ്. ഡാഡി പറയുന്നത് ആരുടെ അടുത്തും പോയി ഒരു ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി ഡോർ സ്റ്റെപ്സിൽ നിൽക്കരുത്. ഇപ്പം കിട്ടിയാലും ഡാഡി ഒരു കാലഘട്ടത്തിൽ ഭയങ്കര സ്റ്റാറായിരുന്നു, പിന്നെ അങ്ങനെ ജസ്റ്റ് വാനിഷ് ചെയ്തങ്ങ് പോയി. അപ്പം ഡാഡിയുടെ ആ ഒരു ബിറ്റർ ഫീലിംഗ് ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. എൻ്റെ അടുത്താണ് വന്ന് എല്ലാം പറയുന്നത്. ഞങ്ങൾ ഡാഡീനെ പോലെയല്ല, എനിക്ക് ബ്രദറിനെ പോലെയായിരുന്നു എപ്പോഴും. എൻ്റെ കുഞ്ഞു ബ്രദർ ആണ്. അപ്പോൾ അങ്ങനെ എൻ്റെ അടുത്ത് വന്നിട്ടാണ് കാര്യങ്ങളൊക്കെ പറയുന്നത്. ഞാനുമായിട്ടാണ് അടി കൂടുന്നത്, അങ്ങനെയല്ല. അപ്പോൾ എൻ്റെ അടുത്ത് വന്ന് ഒരുപാട് സങ്കടം പറയാതെ ഈ ഫീൽഡിൽ ഇറങ്ങാൻ പാടില്ല അങ്ങനെയാണെങ്കിൽ. അപ്പോൾ പറഞ്ഞ് എനിക്ക് വേണ്ട, ഇൻഡസ്ട്രിയിലോട്ട് ഇറങ്ങാനേ പാടില്ല എന്നുള്ളൊരു ഫീൽ എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ഡാഡി പറഞ്ഞു, ടാലൻറ്റ് ഉണ്ടെങ്കിൽ നിൻ്റെ നിൽക്കുന്ന പ്ലേസിൽ നീ എന്തെങ്കിലും സ്വന്തമായിട്ട് ചെയ്ത് അങ്ങനെ എസ്റ്റാബ്ലിഷ് ചെയ്യണം, അല്ലാതെ ഒരാളുടെ അടുത്ത് പോയി നിൽക്കണ്ട, അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. അപ്പം അത് സ്വന്തമായിട്ടൊരു സിഗ്നേച്ചർ അതാണ് എടുത്തു പറയേണ്ടത്. സൗഭാഗ്യ ചെയ്യുന്ന ഡബ് സ്മാഷിൻ്റെ അകത്തെ ആ കോൺസെപ്റ്റ്, എഡിറ്റിങ്, എവറിത്തിങ്, ഷോർട്സ് വെക്കുന്നത്, ഷൂട്ട് ചെയ്യുന്നത്, അപ്ലോഡ് ചെയ്യുന്നത്, അതിൻ്റെ റിവ്യൂസ് നോക്കുന്നത്, അതിനെ എല്ലാവർക്കും ആൻസർ ചെയ്യുന്നത്, അതിനെ അത്രയും എല്ലാം ഒറ്റയാളാണ്, സിംഗിൾ. ബാലേന്ദ്ര മേനോൻ സാർ പണ്ട് പടം ചെയ്യുന്നത്. മേനോൻ സാർ എന്നെ വിളിച്ചിരുന്നു, മോളുടെ ഒരു പുതിയൊരു പടം ചെയ്യുന്നുണ്ട്, വിടുവോ താരാന്ന് വെച്ചിട്ട് എന്നെ വിളിച്ചു. എന്നിട്ട് ഏതാന്ന് പറഞ്ഞിട്ട് കണ്ണന്താനം സാറിൻ്റെ വൈഫിൻ്റെ ഒരു സോങ്ങില് അത് കണ്ടിട്ട് പുള്ളി അത്ര അപ്രീഷിയേറ്റ് ചെയ്തു തന്നെ ഫോണിൽ കൂടെ. ഇതൊരു നിസ്സാര കാര്യമല്ല, താര ഷീ ഈസ് സോ ടാലന്റ്, ഇമ്മൻസ്ലി ടാലന്റഡ്. അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചു, അദ്ദേഹം അത്ര വെർസറ്റൈൽ ആയിരുന്നു. അദ്ദേഹം പടം ചെയ്യുന്നു, അത്രയും വലിയൊരു ഡയറക്ടർ, എല്ലാം കൈകാര്യം ചെയ്തിരുന്ന ആള്.
അപ്പൊ അദ്ദേഹം പറഞ്ഞപ്പോ ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ലൈഫിൽ അത് ഏറ്റവും കറക്റ്റ് ആട്ടോ എന്നെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് കറക്റ്റ് അത് അത്ര ഈ പറഞ്ഞ പോലെ കീനായിട്ടൊക്കെ നോക്കിയിട്ട് അതിനകത്ത് പ്ലസും മൈനസും ഒക്കെ നോക്കിയിട്ടായിരിക്കും അങ്കിൾ അതിനെ ജഡ്ജ് ചെയ്യുന്നത്. അങ്ങനെ ഒരു കോംപ്ലിമെന്റ് കിട്ടുവാണെങ്കിൽ ഇറ്റ് ഷുഡ് കൺസിഡർ ആസ് എ സർട്ടിഫിക്കറ്റ്. തീർച്ചയായിട്ടും. പലയിടത്തും ഞാൻ ഈ വെളിയിലൊക്കെ പോകുമ്പോഴത്തേക്കും കുട്ടികൾ വന്നിട്ട് സെൽഫി എടുക്കാൻ പറയുമ്പോൾ അവർക്ക് പറ്റാതെ അവനോട് പറയും മാം ഒന്ന് ഫോട്ടോ എടുത്ത് തരുമോ. അപ്പൊ ഞാൻ എടുത്ത് കൊടുക്കാറുണ്ട്. സൗഭാഗ്യയുടെ ഫാൻസ് കൊണ്ട് ഞാൻ ക്ലിക്ക് സൗഭാഗ്യ പ്രൗഡ് മോം. അത് ശരിക്കും പ്രൗഡ് മോം എന്ന് വാക്കുകളിൽ പറഞ്ഞാൽ പോരാ, ചേച്ചി അത് ഉള്ളിനുള്ളിൽ അത് ആസ്വദിക്കുന്നുണ്ട് അല്ലേ? ഇഷ്ടം പോലെ അവസരം അതെനിക്ക് അതാ എവിടെയൊക്കെയോ നമുക്ക് കിട്ടാതെ പോയ സന്തോഷങ്ങൾ ഇവളിലൂടെ കിട്ടുകയാണ് ഇപ്പോൾ. അതാണ് ഒരു വലിയ സന്തോഷമാണ്. സത്യം. മോളെ ശരിക്കും ഈ ഒരു ഡബ് സ്മാഷ് ചെയ്യണം എന്നുണ്ടെങ്കിൽ സർട്ടൻ സ്കിറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എത്ര ടൈം എടുക്കും? അത് ഒരു 10-15 മിനിറ്റ്. അത്രയും മതിയാവും? ഞെട്ടിപ്പോയല്ലേ? അല്ല, ഞാനത് കാണാതെ പഠിച്ചിട്ടല്ലേ പോയി ഷൂട്ട് ചെയ്യുന്നത്. അപ്പൊ പിന്നെ അപ്പൊ ഡയലോഗ് കുറെ സമയം എടുക്കും അതൊക്കെ പഠിച്ചിട്ട്? അതിങ്ങനെ സ്ഥിരമായിട്ട് ടിവിയിൽ ഇങ്ങനെ കണ്ട് ബൈ ഹാർട്ട് ആയതായിരിക്കും എടുക്കുന്നത്. അല്ലെങ്കിലും കുറച്ച് ഇങ്ങനെ പെട്ടെന്ന് പഠിക്കും അവള്. സ്കൂളിലത്തെ ട്രെയിൻ ഇങ്ങനെ ബ്ലോട്ടിംഗ് പേപ്പർ പോലെ പഠിക്കും ഇങ്ങനെ. വെരി ഗുഡ്. അതെനിക്ക് തോന്നുന്നു ഈ തലമുറയിൽ എല്ലാ കുട്ടികളും അങ്ങനെയാണ് തോന്നുന്നു കേട്ടോ. സൗഭാഗ്യം മാത്രമല്ല, കുറേ ഞാൻ ഡാൻസ് ക്ലാസ്സിലൊക്കെ നമ്മളിങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ കുട്ടികളിങ്ങനെ ആ ജനറേഷൻ ഇങ്ങനെ നമ്മളൊക്കെ ഇങ്ങനെ 10 പ്രാവശ്യമൊക്കെ പറഞ്ഞ് ഞാൻ പഠിച്ച് എൻ്റെ ഏറ്റവും വലിയ പ്രോഗ്രാം ചെയ്യുമ്പോൾ ഏറ്റവും വലിയ എൻ്റെ കോമ്പറ്റീറ്റർ സൗഭാഗ്യമാണ്. ഞങ്ങൾ രണ്ടുപേരാണ് സ്റ്റേജിൽ കളിക്കുന്നത്. അപ്പോൾ സൗഭാഗ്യമാണെങ്കിൽ ഒരു സാധനം കമ്പോസ് ചെയ്താൽ അടുത്ത സെക്കൻഡ് അത് കളിക്കും. അപ്പോൾ ഞാൻ കമ്പോസ് ചെയ്തിട്ട് ഞാൻ തന്നെ അയ്യോ അടുത്ത സ്റ്റെപ്പ് ഞാൻ ഏതാ ഇട്ടത് എനിക്ക് പറഞ്ഞു. സൗഭാഗ്യം നീ എനിക്കൊന്ന് ഹിന്റ് ചെയ്താ അമ്മ നീ തന്നെ അന്ന് സ്റ്റെപ്പ് പോട്ടെ എന്ന് പറയും. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ഓർമ്മയില്ല സൗഭാഗ്യം. പക്ഷെ അതിൻ്റെ വെച്ചാൽ അമ്മ സ്പോട്ടിൽ സ്റ്റെപ്പ് ഇടും. അമ്മ ഇന്നോവേഷൻ ഉണ്ടല്ലോ, നമുക്ക് പഠിപ്പിച്ച് തന്നതാണ് വരുന്നത്. അമ്മ പക്ഷെ സ്പോട്ടിന് അല്ല, നമ്മൾ രണ്ടുപേര് കളിക്കുമ്പോൾ ഒരുപോലെ ചെയ്യണമല്ലോ. അതെ. അപ്പം നമ്മൾ ഭയങ്കര കെയർഫുൾ ആയിരുന്നു. അപ്പം എൻ്റെ ഏറ്റവും വലിയ കോമ്പറ്റീറ്റർ ഒന്ന് അവളുടെ പ്രായം, ഞാൻ അവളുടെ ഇരട്ടി പ്രായമുണ്ട്. അപ്പോൾ അവളുടെ കൂടെ ഞാൻ പിടിച്ച് നിൽക്കണം എന്നുള്ളത് എൻ്റെ ഏറ്റവും വലിയൊരു ഇതാ. ഓൺ സ്റ്റേജ് നമ്മളിതൊന്നും അറിയില്ലല്ലോ. ആനി അമ്മയാണ് മകളാണ് അങ്ങനെ കൺസെഷൻ ഒന്നും ഇല്ലല്ലോ. സ്റ്റേജിൽ അവർ കാണുമ്പോൾ രണ്ടുപേരും ഒരുപോലെ ഇരിക്കണം. ആ കൊള്ളാട്ടോ നന്നായിരിക്കണമെന്ന് പറയണമെങ്കിൽ ഞാൻ ഒരുപാട് അധ്വാനിക്കേണ്ടിയിരിക്കുന്നു അവളുടെ കൂടെ കളിക്കുമ്പോഴേ. അപ്പം എൻ്റെ ഏറ്റവും വലിയ സ്ട്രെയിൻ അതാണ്. ഞാൻ സൗഭാഗ്യം എനിക്ക് നിന്റെ കൂടെ നിൽക്കാൻ പറ്റുന്നില്ല. എന്നെ പഠിപ്പിച്ചത് അമ്മ തന്നെ, അങ്ങനെ ആക്കിയെടുത്തത് അമ്മയാണ്. അത്രയും എന്നെക്കാട്ടിലും ഞാനങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ അത് അമ്മയുടെ ട്രെയിനിങ് ആണ്. എന്നെ നല്ല രീതിയിൽ ട്രെയിൻ ചെയ്ത് പറയുകയാണെങ്കിൽ അവൾ എൻ്റെ രാജിൻ്റെ ചേട്ടൻ്റെ ഒരു ബ്യൂട്ടിഫുൾ കോമ്പിനേഷനാണ് അവള്. ഇപ്പം എനിക്ക് എൻ്റെ ടാലൻസ് ഉണ്ട്, രാജേട്ടൻ്റെ ടാലൻസ്, ഞങ്ങളുടെ രണ്ടുപേരുടെ ഒരു ബ്യൂട്ടിഫുൾ കോമ്പിനേഷനാണ് സൗഭാഗ്യ. അപ്പം ശരിക്കും റിയൽ വെരി ഗുഡ് കോംപ്ലിമെന്റ് മോളെ. അത് ഒരിക്കലും ഒരു അമ്മയുടെ ഒന്നും ശരിക്കും ഇത്രയും ഒരു പോയറ്റിക് ആയിട്ട് ഒരു വേർഡ്സ് ഇതുവരെ കിട്ടിയിട്ടില്ല. എല്ലാ അമ്മമാരും ഇതൊന്ന് നോക്കാട്ടെ. എല്ലാ പിള്ളേരും രാവിലെ എണീറ്റ് അങ്ങനെയൊക്കെ അല്ല, ബട്ട് സ്റ്റിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ കോട്സ്. സോ ഹാപ്പി. ചേച്ചി ശരിക്കും ഈ നമ്മുടെ ഡാൻസ് എന്ന് പറഞ്ഞ ട്രഡീഷണൽ വൈസ് ആയിട്ട് കുറേ ഇങ്ങനെ ചിട്ടയായിട്ട് പോകുന്ന കാര്യങ്ങളാണ്. അത് എപ്പോഴെങ്കിലും അതിനൊരു മാറ്റം വരുത്തണം എന്നോ ഒക്കെ ചേച്ചിക്ക് തോന്നി? ഏതൊരു കലയും ജനകീയമാകുമ്പോഴാണ് അത് നിലനിൽക്കാൻ പോകുന്നത്. ഇത് ചെയ്യൂല അത് ചെയ്യൂല ഇങ്ങനെ പാടില്ല ഇങ്ങനെ പറയുമ്പോൾ അത് ഒരിടത്ത് ഒതുങ്ങി അവസാനം അത് കാലഹരണപ്പെട്ടു പോകുന്നതാണ് എൻ്റെ അഭിപ്രായം. അത് അതിൻ്റെ തനത് എല്ലാ കാര്യങ്ങളും നിർത്തിക്കൊണ്ട് തന്നെ ഒരുപാട് പുതുമകൾ അതിൻ്റെ അകത്ത് ട്രൈ ചെയ്യണം. ഇപ്പം മോഹിനിയാട്ടം എന്ന് പറഞ്ഞാൽ പലരും അയ്യോ എനിക്ക് ഇഷ്ടമല്ല കേട്ടോ എന്ന് ഒരു ലേമൻ പറയാറുണ്ട്. പക്ഷെ മോഹിനിയാട്ടം പോലെ ഇത്രയൊരു സ്വീറ്റ് ആർട്ട് ഫോം വേറെ ഇല്ല എന്ന് ഞാൻ പറയും. അതിനകത്ത് എക്സ്പ്ലോർ ചെയ്താൽ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് സാധ്യതകളുണ്ട്. അങ്ങനെ ചെയ്തതാണ് ONV സാറിൻ്റെ അമ്മ. ഭൂതപ്പാട്ട് ചെയ്തിട്ടുണ്ട്, ആശാൻ്റെ കരുണ ചെയ്തിട്ടുണ്ട്, യശോധര ജി ശങ്കരക്കുറുപ്പിൻ്റെ യശോധര ചെയ്തിട്ടുണ്ട്. ഒരുപാടല്ലേ, എനിക്ക് ഓർമ്മ വരുന്നില്ല. അത് സൗഭാഗ്യയുടെ ഒരു ഐഡിയ ആയിരുന്നു. ഒരു പഞ്ചജാതി അലാരിപ്പ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ന്യൂ ഇന്നോവേഷൻസ് ആയിരുന്നു. അങ്ങനെ ഒരുപാട് റെഗുലേഷൻസ് അങ്ങനെ ഒന്നും ഇല്ല. റെഗുലേഷൻസ് ഉണ്ട് മോളെ. അതിൻ്റെ അകത്ത് നിന്നുകൊണ്ട് നമുക്ക് എന്ത് വേണമെങ്കിലും അവതരിപ്പിക്കുക എന്നുള്ളതാ. ഇപ്പൊ ഈ ആഹാരം തന്നത് മോഹിനിയാട്ടത്തിൽ എനിക്ക് വേണമെങ്കിൽ അപ്രീഷിയേറ്റ് ചെയ്യാം. കഴിച്ചില്ലല്ലോ, കഴിച്ചിട്ട് വേണ്ട അല്ലെ കള്ളമായി പോവില്ലേ? കലയിൽ എപ്പോഴാണ് ഈ ടോപ്പിക്കിലേക്ക് വരുന്നത്? സൗഭാഗ്യ മോഹിനിയാട്ടത്തിലെ MA എടുത്തയാളാണ്. അപ്പൊ ഇതൊന്ന് കഴിച്ചിട്ട് ആനി അടുത്തൊന്ന് നന്നായിരിക്കണം എന്ന് എങ്ങനെ ഒന്ന് പറയും.
മക്കളെ ജ്യൂസ് വേണമെങ്കിൽ മാറ്റി വെച്ചോ. We feel more comfort. സൗഭാഗ്യയുടെ ഫേവറേറ്റ് ആട്ടോ പനീർ. പനീർ. മോഹിനിയാട്ടത്തിന് മുമ്പ് എന്റെ ഞാനിങ്ങനെ നോക്കാം മോഹിനിയാട്ടം വരണുണ്ടോ. മോഹിനിയാട്ടത്തിലെ ചൊല്ലു എപ്പി ഇരിക്കട്ടെ. അവളൊന്ന് ആസ്വദിച്ചതാ ഇറക്കട്ടെ ആദ്യം. ഇതിന്റെ പേരെന്താ? ചില്ലി പനീറാണോ? ഫ്രൈഡ് പനീർ. ഫ്രൈഡ് പനീർ. ഇനി അത് വാക്കാൽ പറയൂ. ഭയങ്കര സൂപ്പറാണ്. അസാധ്യമായിരിക്കണം. അങ്ങനെയാ പറയാ. ചേച്ചി പറയൂ. കഴിക്കാതെ അവൾ തിന്നുന്നത് കണ്ടപ്പോ എനിക്ക് ആഗ്രഹം വന്നു കഴിക്കാൻ. വായിക്കാത്ത വെള്ളം വന്നു. ഓക്കെ. അപ്പൊ ഇങ്ങനെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ നിന്നിട്ടൊന്നും ഡാൻസ് ചെയ്യണം എന്നില്ല അല്ലേ? അതൊരു വലിയ ഞങ്ങൾ എവിടെയെങ്കിലുമൊക്കെ പുറത്തു പോകുമ്പോഴേ ഇപ്പൊ ഗുരുവായൂർ ക്യൂ നിൽക്കുകയാണെന്ന് വിചാരിച്ചോളൂ. അപ്പം നമുക്ക് ഉറക്കെ സംസാരിക്കാൻ പറ്റില്ല. ഞങ്ങൾ ഡാൻസിനോട് സംസാരിക്കും. എന്തെങ്കിലും നമുക്ക് അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ പറയാനുണ്ടെങ്കിലേ അതെ നമ്മളിപ്പോ നിർമ്മാല്യം തൊഴാൻ നിൽക്കുക. പിന്നെ ആൾക്കാർ ഇങ്ങനെ തിരക്കുമല്ലോ. അപ്പൊ നമ്മൾ വല്ലതും കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അത് കേട്ട് അവർ ഓടുമല്ലോ. അപ്പൊ അവർക്ക് അറിയാൻ പാടില്ലാത്തൊരു കാര്യം ഞങ്ങൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ്, ഞങ്ങൾ ഡാൻസിലൂടെ കമ്മ്യൂണിക്കേറ്റ്. ഇന്ന് രാവിലെ വേറെ സംശയം, അവിടെ സംസാരിക്കാൻ പാടില്ല, നാമജപം മാത്രം. അപ്പൊ എനിക്ക് അറിയണം ഈ അമ്പലം കഴിഞ്ഞ വീട്ടിലാണോ പോകുന്നത് അതോ കടപ്പുറത്തമ്മയെ തൊഴാനാണോ പോകുന്നത്. അപ്പൊ ഞാൻ അവിടെ ചോദിച്ചു തൊഴാൻ പോകുന്നു. അപ്പൊ അമ്മ പറഞ്ഞു അത് കൊള്ളാട്ടോ. അപ്പൊ ഞാനൊരു കാര്യം ചെയ്യാം. ഇനി ചേച്ചി എന്നെ കുറെ നാളുകൊണ്ട് ഡാൻസ് പഠിപ്പിക്കാന്നില്ലേ, അത് ഇങ്ങനത്തെ ഇരുന്നിട്ടുള്ള കാര്യങ്ങൾ ആദ്യം പഠിക്കാം, എന്നിട്ട് മതി അരമണ്ഡലം ഒക്കെ. അല്ല, പല ഡാൻസ് എന്ന് പറയുമ്പോൾ അതിന് പല രീതിയിലുള്ള പ്രസന്റേഷൻ ഉണ്ടല്ലോ. മൂവ് ചെയ്ത് തന്നെ ചെയ്യണമെന്നൊന്നും നിർബന്ധമില്ല. ഇപ്പൊ ആനിയുടെ ഈ പ്രോഗ്രാമിൽ ഞങ്ങൾ ഇരുന്നുകൊണ്ട് ലൈറ്റ് ആയിട്ട് ഏതെങ്കിലും സോങ് ഇട്ടാൽ ഞങ്ങൾ ചെയ്യായിരുന്നു. എന്റെ ഉള്ളത് ഇടട്ടെ. റെഡി അല്ലേ? ഓക്കെ റെഡി. യോ മാമി. റിയാക്ഷൻ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. എന്തായാലും ചേച്ചി ഇപ്പൊ ശരിക്കും പറഞ്ഞാണ്ടല്ലോ, ഞാൻ ഇപ്പൊ ഒന്ന് ഈ കുറെ വർഷങ്ങളായിട്ട് ചേച്ചി എന്നോട് ഡാൻസ് ചെയ്യില്ലേ, ശരിക്കും എനിക്ക് ഈ ഒരു നിമിഷം ശക്തി പറഞ്ഞാൽ കൊതി വന്നു. നിങ്ങളുടെ ഇടയിൽ ഒന്ന് ഡാൻസ് ചെയ്യാൻ ശരിക്കും പറഞ്ഞാൽ കൊതി വന്നു. ചെയ്തല്ലോ നമ്മള്. അതെനിക്കൊരു ഓർമ്മ വരിക. നമസ്കാരം ചെയ്യാൻ അന്ന് ഈ ഷോ ചെയ്യാനായിട്ട് ഞങ്ങൾ ഇങ്ങനെ തുടങ്ങിയപ്പോ മേനോൻ സാറിന്റെ മകളെ ഞാൻ ഡാൻസ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഭാവന്. അപ്പം ആ കെയർ ഓഫിലാണ് സാർ എന്നെ വിളിക്കുന്നത്. അപ്പം ഞാൻ നോക്കിയപ്പോൾ ആനി ഒന്ന് നമസ്കരിച്ചു, സന്തോഷമായി. ബീന ആന്റണി ഒന്ന് നമസ്കരിച്ചു, ധന്യയായി. രശ്മികാന്ത് ഒന്ന് നമസ്കരിച്ചു, വളരെ സന്തോഷമായി. സുചിത്ര ഒന്ന് വളരെ സന്തോഷം. കുറച്ച് കഴിഞ്ഞപ്പോൾ സൈനുദ്ദീൻ ഒന്ന് സാഷ്ടാംഗം നമസ്കരിച്ചു. അയ്യോ, അങ്ങനെ ഈ താരങ്ങളൊക്കെ വന്ന് നമസ്കരിച്ചപ്പോഴേ അപ്പൊ ഞാൻ ആലോചിച്ചു ആ ഫീൽഡില് ഒരു കൊറിയോഗ്രാഫറിന്റെ ഒരു സ്ഥാനം എന്ന് പറയുന്നതേ അതെ അന്ന് അതാണ് മനസ്സിലാക്കിയത്. ഒരു ആർട്ടിസ്റ്റിനേക്കാളൊക്കെ വളരെ മുകളിൽ. അതെ, അത് ഞാൻ എൻജോയ് ചെയ്തു കേട്ടോ. അന്ന് ഞാൻ ഭയങ്കര ചെറുപ്പമല്ലേ, എന്നാലും ഒരു കാലം ചോദിച്ചു, ഓ അപ്പൊ സംഭവം ഒക്കെയാണ്.
കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാനുള്ള. ചേച്ചി മിസ് കേരള ആയിരുന്നു, മിസ് ട്രിവാൻഡ്രം. അങ്ങനെയൊക്കെ സംഭവിച്ചു. അങ്ങനെയൊക്കെ സംഭവിച്ചൊന്നുമല്ല, ചേച്ചി ഭയങ്കര സുന്ദരിയായിരുന്നു, പിന്നെ ഒരു സാരി ക്വീൻ ആയിരുന്നു. അതെ, എനിക്ക് തോന്നുന്നു അന്നത്തെ കാലത്ത് അതൊക്കെ ഒരു തുടക്കമായിരുന്നു. അപ്പൊ ഒരുപാട് പേരൊന്നും അങ്ങനെ വെഞ്ചർ ചെയ്യാത്തൊരു സമയത്ത് മൂക്കില്ല രാജ്യത്ത് മുറിമൂക്കൻ രാജ്യം. അമ്മ ചെറുതായിട്ട് രജനീകാന്ത് ആയത് സത്യമുള്ള കാര്യമാണ്. എന്നാന്ന് വെച്ചാൽ ഇപ്പത്തെ പിള്ളേർക്കാണെങ്കിൽ ഒന്ന് നേരെ ചുമ സാരി ഉടുക്കാൻ, സൗഭാഗ്യം നിന്റെ കാര്യമല്ല പറയുന്നത്, നേരെ ചുമ ഉടുക്കാൻ പോലും അത്രയും അറിയാൻ മേല. പക്ഷെ എന്നാലും ചേച്ചി ഒരു സാരി ക്വീൻ എന്നൊക്കെ പറഞ്ഞ അന്നത്തെ കാലത്ത് കുറച്ചുകൂടെ, പിന്നെ മാത്രമല്ല അന്നത്തെ കാലത്ത് എന്ന് പറയുമ്പം കുറച്ചുകൂടെ ഒരു നമ്മളൊരു എന്നാ പറയുന്നത് ഫോർവേഡ് ആയിട്ടില്ല, ഡെവലപ്ഡ് ആയിട്ടില്ല. അന്ന് ആ സമയത്ത് ചേച്ചി ഇതൊരു സാരി ക്വീൻ, മിസ് ട്രിവാൻഡ്രം. കാരണം എന്റെ അമ്മയാ, സുബ്ബു അമ്മ ഇല്ലെങ്കിൽ ഞാൻ ഒന്നുമേ അല്ല, സീറോ ആയിരുന്നു. പോണേ വീട്ടിന്ന് ഓട്ടോയ്ക്ക് പൈസ ഇല്ല, അന്ന് ഓട്ടോ പിടിക്കാനുള്ള പൈസ ഇല്ല, ബ്യൂട്ടീഷ്യൻ വെക്കാനുള്ള പൈസ ഇല്ല, അങ്ങനെ ഒന്നുമില്ല. അമ്മ വീട്ടിൽ നിന്ന് ഒരുങ്ങിപ്പോയതാണ്. അമ്മമ്മ പറഞ്ഞ പോലെ റെഡി ആയിട്ട് അവിടെ എല്ലാരും വന്നവരൊക്കെ വലിയ കാറ്, 2-3 പേര് സാരി ഉടുപ്പിക്കാൻ ഒരാള് ഈസ്റ്റ്പോർട്ട് വരെ നടന്ന് തളർന്ന് അവിടെ പോയി സാരി അവിടെ വന്ന എല്ലാരും വലിയ വലിയ സന്നാഹങ്ങളായിട്ടാണ് വന്നത്. അവിടെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാമല്ലോ ഈ പറഞ്ഞ പോലെ ഇതേപോലത്തെ ഒരു ഇവന്റിലൊക്കെ ചെല്ലുമ്പോൾ അവരെല്ലാം ഭയങ്കര കാറിലൊക്കെ വന്നിറങ്ങും. ഹെൽപ്പ് ചെയ്തത് എന്നിട്ട് അമ്മ കേറില്ല എന്ന് പറഞ്ഞു, ഞാൻ ഇവിടെ കേറില്ല എന്ന് പറഞ്ഞ് തിരിച്ചു പോകാന്ന് പറഞ്ഞു. അമ്മമ്മ വഴക്ക് പറയണ്ട, മര്യാദക്ക് പോയി. അല്ല ശരിക്കും ചേച്ചി നോക്കുമ്പോ പെട്ടെന്ന് അറ്റ്മോസ്ഫിയറിൽ ചേച്ചി വന്ന രീതിയും കണ്ട അറ്റ്മോസ്ഫിയർ മീൻസ് എൻറ്റയർലി ഡിഫറെന്റ്. 2 ബാഗും തൂക്കി ഞങ്ങൾ രണ്ടുപേരും വന്നിട്ട് മിസ്റ്റർ വേണ്ടതിനെ കയറി. അതൊരു ഞാൻ 10th ഒക്കെ പഠിക്കുമ്പോഴാന്ന് തോന്നുന്നു. അപ്പോൾ അന്നെന്ന് വെച്ചാൽ അമ്മ ഇപ്പോഴും അതെ കേട്ടോ, അമ്മ ഒരു കാര്യം പറഞ്ഞു, താര ഇത് ചെയ്യുന്നു പറഞ്ഞാൽ പിന്നെ ഞാൻ ചെയ്യില്ല എന്ന് പറയില്ല. അമ്മ ചെയ്യാൻ പറഞ്ഞാൽ പിന്നെ ഒന്നുമേ ആലോചിക്കില്ല, മേലും കീഴും അമ്മ പറഞ്ഞു ചെയ്യുക, അത്രേ ഉള്ളൂ. അങ്ങനെ ഒരു അമ്മയുടെ അടുത്ത് അങ്ങനെ ഒരു ബന്ധമാണത്. വെരി ഗുഡ് ഡോട്ടർ. സൗഭാഗ്യം അത്ര ഗുഡ് ഡോട്ടർ അല്ല, സൗഭാഗ്യം പറഞ്ഞ് ഞാൻ കേൾക്കണം. ചുരുക്കം പറഞ്ഞാൽ ചേച്ചി അമ്മ പറയുന്നതും കേൾക്കണം, മോള് പറഞ്ഞതും കേൾക്കണം. സൗഭാഗ്യം ശരിയായിട്ടും പറയാറുള്ളൂ, അതുകൂടി പറയണമല്ലോ. എല്ലാരും തെറ്റിദ്ധരിക്കും. അമ്മേനെ ഇങ്ങനെ ഐ തിങ്ക് ഈ കാലഘട്ടത്തിൽ സൗഭാഗ്യം വളരെ ശരിയാണ്. അപ്പൊ നമ്മള് ഒരു നല്ലതാര് പറഞ്ഞാലും കേൾക്കണമല്ലോ. അപ്പൊ എനിക്ക് ഏറ്റവും റിലയബിൾ ആയിട്ടുള്ളത് എന്റെ മകള് തന്നെയാണ്. അത്രേ ഉള്ളൂ. ആരെക്കാട്ടിലും നമുക്ക് ഏറ്റവും കൂടുതൽ അധികം ഫ്രണ്ട്സ് ഇല്ല, രക്ഷപ്പെട്ടതുകൊണ്ട് ഞാനാ ബെസ്റ്റ് ഫ്രണ്ട്. രാജേട്ടൻ ജീവിച്ചിരിക്കുമ്പോ ഭയങ്കര സങ്കടമായിരുന്നു രാജേട്ടൻ. അമ്മയും മോളും ഭയങ്കര ടീമാ, ഇവർ രണ്ടുപേരും കൂടെ ടീം അപ്പ് ചെയ്തുകൊണ്ട് അങ്ങനെ ഒരു ചെറിയ വിഷമം ഉണ്ടായിരുന്നു രാജേട്ടന്. ഇവിടെ എന്റെ അടുത്ത് നിങ്ങളെ കൂട്ടുകൂടുന്നത് അങ്ങനെയല്ല, കുറച്ച് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നത് അമ്മയാണ്. ഒരു ഇഷ്യൂ ഒക്കെ വന്ന വീട്ടിന്റെ അകത്തൊരു വഴക്കൊക്കെ ഉണ്ടായി. ഡാഡിയുടെ അടുത്ത് വഴക്ക്, ഡാഡി ചുമ്മാ ഡാഡി എന്നൊക്കെ പറയുമ്പോൾ നീ എന്നോട് ചുമ്മാ ഇരുന്നു, നീ മമ്മിയോട് ചുമ്മാ ഇരുന്ന് പറയൂ. അമ്മ ഇല്ലാത്ത അതാണ്, അമ്മ ഇല്ലാത്ത പറഞ്ഞത് നീ അന്ന് എന്നോട് ചുമ്മാതിരിക്കുന്നു നീ പറഞ്ഞു, നീ അമ്മയോട് പറഞ്ഞില്ല. അപ്പൊ സൗഭാഗ്യം പറയാം അമ്മ പാവല്ലേ, അതുകൊണ്ട് സപ്പോർട്ട് ചെയ്തു, ഡാഡി അഡ്ജസ്റ്റ് ചെയ്തു. ഡാഡിയാ എനിക്ക് എല്ലാം ഇതൊക്കെ മേടിച്ചോണ്ടിരുന്നത്. എനിക്ക് ചില്ലി പൊറോട്ട കഴിക്കാൻ ഭയങ്കര ഇഷ്ടം, അതുപോലെ പനീർ, ഇതൊക്കെ മേടിച്ചോണ്ടിരുന്നത്. ഇതൊക്കെ മേടിച്ചോണ്ട് വരുമ്പോ നിനക്ക് എന്നെ വേണം, പക്ഷെ സപ്പോർട്ട് ചെയ്യാൻ നീ അമ്മയെ സപ്പോർട്ട് ചെയ്യും. പക്ഷെ ഏറ്റവും കൂടുതൽ ഞാൻ കേട്ടിട്ടുള്ള എന്നാ പെൺകുട്ടികൾ ഏറ്റവും കൂടുതൽ അച്ഛൻ്റെ അടുത്ത് ഭയങ്കര ഇഷ്ടം. പിന്നെ എന്നോട് സഹതാപം, അയ്യോ പാവം. ഞാൻ ഒറ്റ മോളായതുകൊണ്ട് എനിക്ക് കളിക്കൂട്ടുകാരനായിരുന്നു ഡാഡി. ഡാഡി എന്നെ ഇങ്ങനെ വിറപ്പിച്ച് നിർത്തി അങ്ങനെ ഒരു ക്യാരക്ടറേ അല്ല. ഞാൻ ഡാഡിനെ വളരെ റെയർ ആയിട്ടേ വിളിച്ചിട്ടുള്ളൂ. ശരിക്കും ഡാഡി പറഞ്ഞാൽ നമ്മൾ സോപ്പ് പെട്ടിയും പോലെയാണെന്ന് അച്ഛൻ എപ്പോഴും പറയായിരുന്നു. ഞാൻ സോപ്പ് പെട്ടി, ഡാഡി സോപ്പ്. അപ്പൊ ഞാൻ സോപ്പിന്നാ വിളിക്കുന്നത് ഡാഡിനെ, എന്നെ സോപ്പ് പെട്ടിന്നാ വിളിക്കുന്നത്. അപ്പൊ ശരിക്കും പബ്ലിക്കായിട്ടൊക്കെ വിളിക്കണ്ട സോപ്പ് പെട്ടി, ഡാഡി അങ്ങനെ വിളിക്കുന്നത്. ഒരുപാട് പറ്റിക്കുമായിരുന്നു, എന്നെ മാത്രമല്ല എല്ലാരും പറ്റിക്കുമായിരുന്നു. പുള്ളി ഇങ്ങനെ ഫോണൊക്കെ വിളിച്ച് വേറെ ശബ്ദത്തിൽ. എന്റെ അമ്മ ഒരുപാട് പറ്റിച്ചിട്ടുണ്ട്, എന്നെ ഒരുപാട് പറ്റിച്ചിട്ടുണ്ട്. അവസാനം മറ്റേ ലാസ്റ്റ് പനിയൊക്കെ വന്നപ്പോഴത്തേക്കും മുമ്പ് അങ്ങനെയൊക്കെ അഭിനയിക്കും, അതായത് ഭയങ്കര എനിക്ക് തീരെ വയ്യ എന്നൊക്കെ പറഞ്ഞ അങ്ങനെയൊക്കെ കാണിക്കും, ഭയങ്കര ആക്ടിങ് ആണ്. അപ്പൊ ഈ ലാസ്റ്റ് എങ്ങനെ കാണിച്ച ഡാഡി ചുമ്മാ വലിയ ഡ്രാമ. ഈ അഭിനയത്തിന്റെ കുറച്ച് ആ സീരിയൽ കാണിച്ചെങ്കിൽ അവര് വിളിക്കില്ലായിരുന്നു. ഡാഡി ലാസ്റ്റ് എങ്ങനെയൊക്കെ എനിക്ക് തീരെ വയ്യ എന്നൊക്കെ പറഞ്ഞ പിന്നെ ഡയലോഗ് അടിക്കല്ലേ, ഡ്രാമ കാണിക്കല്ലേ എന്നൊക്കെ ഞാൻ പറഞ്ഞു. ഇല്ല സത്യമായിട്ട് എനിക്ക് എന്തോ ഒരു ഭയങ്കര വയ്യാതെ. അപ്പൊ എനിക്ക് വിശ്വസിക്കാനേ മടിയായിരുന്നു. എനിക്ക് ഞാൻ പറഞ്ഞ ഡാഡി ചുമ്മാ കള്ളത്തെ കാണിക്കുന്ന മടിയാണ്, ഡാഡിക്ക് എഴുന്നേക്കാനുള്ള മടിയാണ് ഈ കാണിക്കുന്നത്. ഇല്ല സത്യമായിട്ട് എനിക്ക് എന്തോ ഒരു ICU-ല് എനിക്ക് ദൈവമേ അവിടുത്തെ
സകല ICUവിലെ പേഷ്യൻസും ഡോക്ടേഴ്സും സിസ്റ്റേഴ്സും എല്ലാവരും ചിരിയും ബഹളമായിരുന്നു ഒരു 3 ദിവസം വരെ. അത്രയും പുള്ളി അങ്ങ് വേഴ്സാവുന്നൊന്നും വിചാരിച്ചില്ല. 3rd day പുള്ളിയെ വാർഡിലോട്ട് മാറ്റുമെന്ന് പറയുമ്പോൾ കോമഡി പറഞ്ഞ സൗഭാഗ്യ എന്നെ അടുത്ത് ഡാഡി വിളിച്ചിട്ട് പറയാം, ഞാൻ ഒരുങ്ങാതെ എന്ന ഡാഡിക്ക് ഇഷ്ടമല്ല. ഞാൻ എപ്പോഴും കണ്ണൊക്കെ എഴുതി അങ്ങനെയൊക്കെയാണ് ഡാഡിക്ക് ഇഷ്ടം. അപ്പം ഞാൻ ഈ ഒരുങ്ങാതെ എനിക്ക് ഹോസ്പിറ്റലിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ കാണുന്നത് തന്നെ, ICU ഇതിൻ്റെ അകത്ത്. അപ്പം ഞാനിങ്ങനെ ഒരുമാതിരി നിൽക്കുന്ന സമയത്ത് ഡാഡി പറഞ്ഞു, ഇതിങ്ങനെ വന്നിരിക്കുന്ന അടിപൊളി 3 ഡോക്ടേഴ്സ് ഉണ്ട്, എന്നെ രാത്രി റൗണ്ട് വരുന്ന പരിചയപ്പെടുത്തി തരാൻ നല്ല റെഡി ആയിട്ട് ഭയങ്കര ഭംഗിയുള്ള 3 ഡോക്ടേഴ്സ്. അപ്പൊ സൗഭാഗ്യം മനസ്സിലാക്കില്ല. അപ്പൊ സൗഭാഗ്യം പറഞ്ഞാൽ എവിടെ ഡാഡി കണ്ടില്ലല്ലേ, ഒന്നിനും കാണാൻ. ഡാഡി നീ വീട്ടിൽ പോയിട്ട് റെഡി ആയിട്ട് വന്നു, നല്ല മേക്കപ്പ് ഒക്കെ ഇട്ടിട്ട് റെഡി ആയിട്ട് നല്ല ഗ്ലാമർ ആയിട്ട് വരും, ഞാൻ പരിചയപ്പെടുത്തി. ഞാൻ ഭയങ്കര കണ്ണൊക്കെ എഴുതുന്നപ്പോ ഡാഡി പറയാം, ഇത്ര പെട്ടെന്ന് നീ അനുസരിക്കുന്ന ഞാൻ ആയതുകൊണ്ടല്ലേ. ഓക്കെ, പക്ഷെ ഞാൻ ഒരു കാര്യം പറയട്ടെ, എല്ലാ അപ്പനും അമ്മയും ഇങ്ങനെ ആയിരിക്കണം കുട്ടികളുടെ അടുത്ത് അല്ലെ, ഭയങ്കര ഫ്രണ്ട്ലി ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് അച്ഛനമ്മയും മറച്ചു വെച്ച് വേറെ കാര്യം ചെയ്യണമെന്ന് അവർക്ക് തോന്നില്ല. ശരിയാ, അവർക്കൊരു റെസ്പോൺസിബിലിറ്റിയും കൂടിയാവും. അയ്യോ ഇത്രയും വിശ്വസിക്കുന്ന ഒരു അച്ഛനമ്മ അടുത്ത് അതങ്ങനെയല്ലേ. ഇപ്പൊ ചേച്ചി ഞാൻ ഒരു കാര്യം ചോദിച്ചിട്ടെ, അമ്മൂമ്മ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഈ ഒരു എത്തിയെന്ന് പറഞ്ഞത്. അപ്പൊ ചേച്ചിയിൽ കൂടിയാണ് അമ്മൂമ്മ ഏറ്റവും കൂടുതൽ അമ്മൂമ്മയുടെ വിഷസ് നേടിയെടുത്തത്. അപ്പൊ ശരിക്കും ചേച്ചി ഒരു നല്ലൊരു ഹൈറ്റ്സിൽ എത്തിയപ്പോ അമ്മൂമ്മ എന്താ പറഞ്ഞത് ശരിക്കും ആ ഒരു സാറ്റിസ്ഫൈഡ് മൂമെന്റ്? അമ്മ മദ്യം മറന്ന ഒരു നിമിഷങ്ങളാണ്. അമ്മ പാവം. അങ്ങനെ എനിക്ക് തോന്നുന്നു അമ്മയ്ക്ക് വലിയ സന്തോഷങ്ങൾ ഉണ്ടാകുന്ന നിമിഷങ്ങളൊക്കെ വളരെ കുറച്ചേ ഉണ്ടായിട്ടുള്ളൂ. ഒരു ഫസ്റ്റൊക്കെ വളരെ കഷ്ടപ്പെട്ട് എനിക്ക് കിട്ടുമ്പോൾ അമ്മ ഇങ്ങനെ പാവം 4 പടിയൊക്കെ ചാടിയൊക്കെ ഇറങ്ങി വരുന്നൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ സ്റ്റെയർ കേസൊക്കെ കയറുമ്പോൾ ഫസ്റ്റ് നിന്ന് കേൾക്കുമ്പോൾ അമ്മ ഇങ്ങനെ അടുത്ത പടി വെക്കാതെ ഇങ്ങനെ 4 പടി ചാടിയൊക്കെ ഞാനിങ്ങനെ കിടുങ്ങി വെക്കുന്നുണ്ട്. അയ്യോ അമ്മ ഇപ്പോൾ വീഴുന്നൊക്കെ പറഞ്ഞ് നിന്നിട്ടുണ്ട്. പിന്നെ ഒരു ഇവളെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ഇങ്ങനെ എല്ലായിടത്തും പോയി ഇങ്ങനെ എൻ്റെ കൊച്ചുമോളാണ്. നമ്മുടെ ഇൻഡസ്ട്രിയിലേക്കും ഉള്ള ഏറ്റവും മുത്തശ്ശിയാണ് അല്ലേ ശരിക്കും, മുത്തശ്ശിയാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള മമ്മൂട്ടി സാർ അടക്കം എല്ലാവരും എൻ്റെ അമ്മയെ കുറിച്ച് അങ്ങനെ അത്ര ഹൈ ആയിട്ട് പറയുമ്പോൾ, ഗൗതം മേനോൻ ഡയറക്ടറൊക്കെ എൻ്റെ അമ്മയടുത്ത് സംസാരിക്കുന്നതും അമ്മയെ കാണുന്നതൊക്കെ ചെയ്യുമ്പോൾ സന്തോഷം. അമ്മയ്ക്ക് സംഗീതത്തിൽ ഒരുപാട് കിട്ടണമായിരുന്ന ഒരുപാട് അത് കിട്ടാത്തത് ഇവിടെ കിട്ടിയെന്ന് എനിക്ക് തോന്നുന്നു. അത്രയെങ്കിലും ഒരുപാട് പേര് വന്ന് അമ്മൂമ്മയെ കൊണ്ട് സോങ് കമ്പോസ് ചെയ്യിപ്പിച്ച് ഇന്നും ഈ യൂത്ത് ഫെസ്റ്റിവൽസിനൊക്കെ പ്ലേ ചെയ്യുന്ന പല മ്യൂസിക്കും ഒരു പരാമർശം പോലും ഇല്ല അമ്മൂമ്മയാണ് അതിന്റെ പുറകിലുള്ളെന്നുള്ള. ഇന്ന് ഒരു സാധാരണ ഒരു മ്യൂസീഷ്യൻ ഒരു സാധനം ചെയ്താൽ ഫേസ്ബുക്കിലിടും അതിലിടും. മാത്രമല്ല അവർ മേടിക്കുന്ന റേറ്റ് ഒക്കെ ഭയങ്കര ഒരു കമ്പോസിഷൻ ചെറിയൊരു അമ്മൂമ്മ ഫ്രീ ഓഫ് കോസ്റ്റ് ആണ് ചെയ്തു കൊടുക്കുന്നത്. പാഷന് ചെയ്തു കൊടുക്കും. ഒരു കണക്ക് പറയോ ചോദിക്കോ ആരും അറിഞ്ഞു കൊടുക്കത്തുമില്ല, അമ്മയോട്ട് ചോദിക്കത്തുമില്ല. അപ്പൊ ആ ഒരു കല എന്തായാലും ചേച്ചിയിലേക്ക് പറഞ്ഞു വരുന്നിട്ടുണ്ടാവുമല്ലോ. ഒരു പാട്ട് പാടി ഞങ്ങൾ അപ്പോഴേ വിചാരിച്ചു സൗഭാഗ്യം നീ പാടുമ്പോൾ ഞാൻ ഒറ്റയ്ക്കോ മൊത്തത്തിൽ ഇവിടെ എല്ലാരും ഓട്ടിക്കാമെന്നുള്ളതാണ്. അമ്മ വരും 2 ഇടം മിണ്ടുന്നുണ്ടോ അതോ ഞാൻ പ്ലാൻ ചെയ്യാതെ പാടിയാ മറ്റേ ഓട്ടപാത്രത്തിൽ 2 വീണതുപോലെ ഇരിക്കും. നമ്മള് പാടിയാലോ? അല്ല ഞങ്ങൾ പ്ലാൻ ചെയ്യാതെ പാടിയാലോ നല്ലൊരു പാട്ടായിരുന്നു. നല്ല പാട്ടായിരുന്നു. ഞങ്ങൾ ഭയങ്കര പ്രാക്ടീസ് ഒക്കെ അതല്ല അവിടെ എന്താ പ്രശ്നം പറ്റിയെന്ന് പറഞ്ഞാൽ അവിടെ മറ്റേ ചിഞ്ചിൽ ആ സംഭവം ഉണ്ടല്ലോ, ഈ ഭജനയൊക്കെ ഉണ്ടാവുന്ന ആ സംഭവം ഉണ്ടായിരുന്നു അവിടെ. അത് അവരാരംഭിച്ചപ്പോ ശരിക്കും ഈ ഭക്തിഗാനം പോലെ ഉണ്ടായിരുന്നു. ഇവിടെ ആരെങ്കിലും ഉണ്ടോ ഞാൻ 2 സ്പൂൺ എടുത്തിട്ട് ഇങ്ങനെ തല ഇവിടെ ചിഞ്ചിലില്ല. പിന്നെ കാവടിയൊക്കെ എടുക്കണ്ടി ചേച്ചി കാശുകൊണ്ട് പാടി ഇത് പാടിയ ശേഷം ഞങ്ങൾ ഭയങ്കര സന്തോഷായിരിക്കും. പ്ലീസ് പ്ലീസ് ഈ ഭാഗവതരോട് പെട്ടെന്ന് പാടാൻ പറയാം. പക്ഷെ ഇങ്ങനത്തെ ഒക്കെ ലൈവ് അല്ലേ ചേച്ചി? നല്ല ശരിക്കും നമ്മളങ്ങനെ ഭയങ്കര ആർട്ടിഫിഷ്യൽ ആയിട്ട് ഇരുന്നിട്ട് ഒരു കാര്യമില്ല. ഞാൻ അപ്പോഴേ പറഞ്ഞു വലിയൊരു ബോംബ് തന്നു കേട്ടോ, സൂപ്പർ ബോംബായി ഇപ്പൊ അത് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അത് ഞങ്ങള് പാടിയ ഇതൊന്നും വരുന്നില്ലല്ലോ. ആർക്കും വിശ്വാസം അത്ര അങ്ങോട്ട് പോരാ.
അത് ഞങ്ങൾ അവിടെ പാടിയ പാട്ട് മറ്റേ അർജുത്തിന്റെ ശരിക്കും അത് പാടിയത് കേട്ടിട്ട് എന്റെ അച്ഛൻ വന്നിട്ട് സ്ക്രീനിൽ അത് വന്നോണ്ടിരിക്കുക. അപ്പൊ ഇത് വന്നിട്ട് എന്റെ അച്ഛൻ രാമ എന്നിട്ട് അമ്മ അടുത്ത ഗോവിന്ദ. അത്ര മനോഹരമായിരുന്നു. സാരമില്ല, ആ മനോഹരമായ പാട്ട് ഞങ്ങളൊന്ന് കേട്ടോ. അത് ഞാൻ വേണമെങ്കിൽ പറയാം. അല്ല, അത് ഞങ്ങൾ കീഴടങ്ങിയ പാട്ടാണ്. പുതിയ നല്ല പാട്ട് ഓടുന്നുണ്ടായിരുന്നു. ഇല്ല, ഓടുന്നില്ല, ലൈറ്റ് ഇല്ല, വരുന്നില്ലല്ലോ അല്ലേ? അതിനകത്തൊന്നും ലൈറ്റ് ഇല്ല. അപ്പൊ പിന്നെ എന്തായാലും ഓടൂല. അതൊക്കെ എന്ത് വേണമെങ്കിലും നടക്കാം. അതിന് പോലും വിശ്വാസം പോരാ. ഞങ്ങളുടെ പാട്ട് കേട്ട് എല്ലാരും ഓടിപ്പോകും. ഇളമയനും പൂങ്കാറ്റ് പാടിയത് മോർ പാട്ട് ഒരു പൊഴുതിലോരാസை സുഖം സുഖം അതിലേ ഒരേ സുഖം. ഇളമയനും പൂങ്കാറ്റ് പാടിയത് മോർ പാട്ട് ഒരു പൊഴുതിലോരാസை സുഖം സുഖം അതിലേ ഒരേ സുഖം. ഒരേ വീണേ ഒരേ രാഗം. നമ്മൾ എന്നെ പാടാൻ പറ്റുമല്ലേ? നിർത്തിയോ? ഞാൻ ആസ്വദിച്ചൊന്ന് കൈ ആസ്വാദനം നമ്മൾ കളയാൻ പാടില്ലല്ലോ. ഇനി അങ്ങോട്ട് പോകുന്ന സ്വർലിയാണ്. അത് വെള്ളി മാത്രല്ല, സ്വർണം വെള്ളിയും കൂടെ മിക്സ് സ്വർലി വരും. പക്ഷെ നല്ലായിരുന്നു കേട്ടോ, ശരിക്കും എൻജോയ് ചെയ്തു. ഇതിനെക്കാട്ടിലും ഞാൻ പാട്ട് എൻജോയ് ചെയ്തതിനെക്കാട്ടിലും തരയിച്ച്, ടു ബി ഫ്രാങ്ക് ഫ്രം മൈ സിൻസിയർ ഹാർട്ട്, ശരിക്കും എനിക്ക് നിങ്ങളുടെ ആ ഒരു കെമിസ്ട്രി അമ്മയും മോളും അല്ല, ശരിക്കും ആ ഒരു ഫ്രണ്ട്ഷിപ്പ് എനിക്കറിയാൻ മേല. ശരിക്കും ഈ ഒരു എപ്പിസോഡ് കാണുന്ന ഏതൊരു അമ്മയ്ക്കും ഏതൊരു മക്കൾക്കായാലും ശരി, ഇങ്ങനെ ഒരു അമ്മയും മോളും ആവാൻ കൊതിക്കും. ശരിക്കും കണ്ണ് തട്ടാതിരിക്കട്ടെ. ഒരു കാര്യം എനിക്ക് പറയാനുണ്ട് പ്രേക്ഷകരോട്. അത് ഞാൻ എൻ്റെ ലൈഫിലെ എൻ്റെ എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയുന്നത്. നമ്മളിങ്ങനെ ഒരുപാട് ശാഠ്യം പിടിക്കേണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ലൈഫ് ഭയങ്കര ഷോർട്ടാണ്. ഒരു ബ്ലിങ്ക് ഓഫ് എൻ ഐ ദ ലൈഫ് ഇസ് ഗോൺ. എൻ്റെ ലൈഫിൽ ഞാൻ പറയുകയാണ്, ഞാനിങ്ങനെ ഒരുപാട് പെർഫെക്ഷനിസ്റ്റ് ആവാൻ ശ്രമിച്ച ഒരാളാണ് ഞാൻ. തോറ്റുപോയ ഒരാളാണ്, അത് വേറെ വിഷയം. പക്ഷേ അത് വേണ്ടിയില്ലായിരുന്നു എന്ന് എനിക്ക് തോന്നുക. നമ്മൾ ജയിക്കുന്നോ തോറ്റുപോകുന്നു എന്നുള്ളത് വേറെ കാര്യമാണ്. പക്ഷേ വൈ വേസ്റ്റ് ടൈം ലൈക്ക് ദാറ്റ്? ഉള്ള നിമിഷങ്ങൾ സന്തോഷമായിട്ട്. ഇപ്പോൾ ആനുമായിട്ട് ഈ നിമിഷം ഞാൻ ഒരുപാട് ചെറിഷ് ചെയ്യും. കാരണം ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു ആർട്ടിസ്റ്റാണ്. ഇൻഡസ്ട്രിയിൽ എനിക്ക് വളരെ കുറച്ച് പേരെ ഇങ്ങനെ ഒരു ആത്മബന്ധമുള്ളൂ. അതിലൊരാളാണ് ആനി. എനിക്ക് അത്ര ഇഷ്ടമാണ് ആനി എന്ന് പറഞ്ഞാൽ. നേരത്തെ പറഞ്ഞ പോലെ സഹോദരിയാണോ മകളാണോ ശിഷ്യയാണോ എന്ന് എനിക്കറിയില്ല. ഒരു ഭയങ്കര ഒരു സോൾഫുള്ളാണ് ഞങ്ങളുടെ ഒരു ബന്ധം എന്ന് പറയുന്നത്. ഈ നിമിഷം എനിക്ക് അത്ര സ്വീറ്റാണ്, ഞാൻ ആഗ്രഹിച്ചതാണ്. താങ്ക് യു സോ മച്ച്. ഇനി പറയല്ലേ, ഞാൻ സെന്റ് ആയി പോകും. അല്ല, ഞാൻ പറഞ്ഞ ഈ നിമിഷമാണ് സത്യം. ഇതിൽ നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷം. ക്ലാസ്സിൽ ഞാൻ പറയുന്ന ഒരു കാര്യമാണ്, ഇതൊരു പഠിപ്പിക്കലല്ല, ഒരു ഓർമ്മപ്പെടുത്തലാണ് ഒരാളുടെ അനുഭവത്തിലൂടെ. സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയ്ക്ക് എന്നോടുള്ള സ്നേഹം തന്നെ ഞാൻ തോന്നുന്നു ലോകത്തെ എല്ലാ അമ്മമാരും അവരുടെ കുട്ടികളെ എത്രയും സ്നേഹിച്ച് കഴിഞ്ഞാൽ ഒരുപാട് കുട്ടികൾ ഭയങ്കര ഹാപ്പി ആവും തോന്നിയിട്ടുണ്ട്. എൻ്റെ ഏറ്റവും വലിയ ഹൈറ്റ് ഞാൻ പറയാം, അമ്മയ്ക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ്. എന്നെ ചുറ്റിപ്പറ്റിയാണ് അമ്മയുടെ എല്ലാ കാര്യങ്ങളും റിവോൾവ് ചെയ്യുന്നത്. ഈ എൻ്റെ ഡാഡീനെ ഇട്ടൊരു മെഷീനാണ് ഈ എക്മോ, അതായത് ഫുൾ എല്ലാ ലൈഫ് സപ്പോർട്ടിങ് മെഷീൻ. അപ്പം എനിക്കെപ്പോഴും തോന്നാറുണ്ട്, മമ്മീന് ഈ എക്മോ പോലെയാണ് ഞാൻ. എല്ലാം എന്നെ എടുത്ത് മാറ്റി കഴിഞ്ഞാൽ അമ്മക്ക് ഒന്നുമില്ല, അങ്ങനെ ഒരു ക്യാരക്ടറാണ് അമ്മ. ഈ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്ന സമയത്ത് ഡാഡിക്ക് ഇങ്ങനെ ഭയങ്കര സീരിയസ് ആയിട്ടൊക്കെ ആയിരുന്നപ്പോഴത്തേക്കും ഓൾമോസ്റ്റ് എന്നും വന്ന് ഈ ഡോക്ടേഴ്സ് ഒന്ന് ക്ലാസ് എടുക്കും, ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരും. അതായത് രക്ഷപ്പെടില്ല എന്നിങ്ങനെ പഠിപ്പിച്ചു തരും. ഞങ്ങൾ പെട്ടെന്നൊന്ന് പറഞ്ഞാൽ ഞങ്ങൾ എങ്ങനെ മനസ്സിലാക്കുന്നു. അപ്പോൾ ആ ഒരു ഫേസിൽ കേട്ട് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു, അമ്മ എങ്ങനെ ഇതെടുക്കും എന്നുള്ളത് ഭയങ്കര പേടിയായിരുന്നു എനിക്ക്. അപ്പം പെട്ടെന്ന് രണ്ടുപേർക്കും എന്തെങ്കിലും പറ്റിപ്പോയി കഴിഞ്ഞാൽ ഞാൻ ആകെ ഒറ്റയ്ക്കായി പോകില്ല. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ കരയല്ലേ, അമ്മ ഒന്നും കാണിക്കല്ല, അമ്മ കൺട്രോൾ ചെയ്ത് നിൽക്കണം. എനിക്കത് ഭയങ്കര കൺസേൺ ആയിരുന്നു. അപ്പോൾ ഞാൻ ഈ ഭയങ്കര ആങ്ഷ്യസ് ആയിട്ട് പറയുന്നത് കേട്ടിട്ട് അമ്മ എടുത്ത് പറഞ്ഞില്ല, ഞാൻ കരയത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കത് വിശ്വാസമില്ലായിരുന്നു. പക്ഷേ എനിക്ക് വേണ്ടി അമ്മ ഇതുവരെയും കരഞ്ഞിട്ടില്ല. അമ്മ കരയില്ല. അമ്മ എന്ന് വെച്ചാൽ അമ്മ അങ്ങനെ നിന്നിട്ട് ഞാൻ വെച്ചാൽ എങ്ങനെ അമ്മയ്ക്ക് എങ്ങനെ നിൽക്കാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ അതുപോലെ ഫുൾ ഒരു ബ്ലാങ്ക് ആയിട്ട് അമ്മ നിന്നേ. സക്കുട്ടിക്ക് ഞാൻ പ്രോമിസ് ചെയ്തിട്ടുണ്ട് കരയില്ല, അതുകൊണ്ട് ഞാൻ കരയില്ല എന്ന് പറഞ്ഞിട്ട് ആ ദിവസങ്ങൾ മൊത്തം ഫുൾ ത്രൂ ഔട്ട്, ആ ചടങ്ങ് ത്രൂ ഔട്ട് അമ്മ കരഞ്ഞിട്ടേ ഇല്ല. അതുകൊണ്ട് എന്താണെന്നറിയാം, ഇപ്പോൾ പാവം ചെറിയ കാര്യങ്ങൾ, ഒരു
കഴിഞ്ഞ ദിവസം ഒരു ബലൂൺ മേടിച്ചു കൊടുത്തു ഞാൻ അമ്മയ്ക്ക് ഭയങ്കര അമ്മയുടെ ഫേവറേറ്റ് ടോയ് ആണ് ബലൂൺ. ആ ബലൂൺ പറന്നുപോയി, അത് കയ്യിൽ നിന്ന് ഇങ്ങനെ പറന്നുപോയി, അതിന് സങ്കടം വന്ന് കരഞ്ഞു. ഇപ്പൊ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ഭയങ്കരമായിട്ടാന്ന് വെച്ചാൽ അന്ന് അത്രയും കരയാതെ പിടിച്ചു വെച്ചതിന്റെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വാല്യൂ ഉണ്ട്. അതിനാണ് കൂടുതൽ വാല്യൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ വലിയ കാര്യങ്ങൾ ആഗോള പ്രശ്നങ്ങളൊക്കെ കൈകാര്യം ചെയ്യാൻ വലിയ വലിയ ആൾക്കാരുണ്ടല്ലോ, നമുക്ക് അടിച്ചു പൊളിച്ച് ഹാപ്പി ആയിട്ടൊക്കെ ജീവിച്ചാൽ പോരെ. സത്യം അല്ലേ? സത്യം. ചേച്ചി പറഞ്ഞ ഒരുപാട് സത്യമാണ്. താങ്ക് യു വെരി മച്ച്. എന്റെ താരേച്ചിയെടുത്ത് എനിക്ക് ഒരിക്കലും ഒരു ഫോർമാലിറ്റി വേണ്ട, ബട്ട് സ്റ്റിൽ പാർട്ട് ഓഫ് ദ ഷോ ഐ ഷുഡ് താങ്ക് യു. It's my pleasure, Radha. Thank you, Saubhagya.